പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് നമ്മുടെ ചാനൽ 24 ഏഷ്യാനെറ്റ് കേബിൾ വിഷനിൽ ചാനൽ നമ്പർ 131 ലഭ്യമാണ്. ലോകമെമ്പാടുമുള്ള ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ചിരിക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ ചിരിപ്പിക്കാൻ നമ്മൾ ഇവിടെ തയ്യാറാണ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് തുടങ്ങാം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. വല്ലപ്പോഴും ഒക്കെ ഒരു റോങ് നമ്പർ വരുന്നതൊക്കെ ഓക്കെ, പക്ഷെ എപ്പോഴും തുരുതുരാ ഫോണിൽ റോങ് നമ്പർ അടിച്ചോണ്ടിരുന്ന എന്ത് ചെയ്യും? ഒരാൾ അവിടെ തലക്ക് തീ പിടിച്ച് നിൽക്കുകയാണ്. അടുത്തതായി ഒരു സ്കിറ്റ് കാണാൻ വേദിയിലേക്ക് എത്തുന്നു നമ്മുടെ സ്വന്തം സെൽവരാജേട്ടൻ, മനു കുമ്പാരി ആൻഡ് ശ്യാം കടക്കാവൂർ. ഹലോ ഷായി സാറേ, ഞാൻ നമ്മുടെ CI ബൈജു സാറിന്റെ വീട്ടിൽ ഇരിക്കുന്നു. നമ്മുടെ വാർഷികമല്ലേ വരുന്നത്, അതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് വന്നതാ. ഇല്ലെന്ന് സാറ് വീടിനകത്തിരിക്കുന്നത് 4 ദിവസമായി സാറ് വീടിന് വെളിയിലോട്ട് ഇറങ്ങിയിട്ട് ഈ കാര്യമൊന്നും പറഞ്ഞിട്ടില്ലേ? എൻ്റെ സാറേ, നമ്മുടെ ഈ ബൈജു സാറിനോട് ശത്രുതയുള്ള ഏതോ ഒരുത്തൻ ഇന്ത്യൻ റെയിൽവേയുടെ ബാത്റൂമിൽ കയറിയിട്ട് കുമ്പളം മിനിന്ന് എഴുതിയിട്ട് പ്ലീസ് കാൾ മീ എന്ന് പറഞ്ഞ് സാറിന്റെ മൊബൈൽ നമ്പർ എഴുതി വെച്ചു. എൻ്റെ ദൈവമേ, 4 ദിവസം കൊണ്ട് സാറിന് ഉറക്കമില്ല. എപ്പോഴും വിളിച്ചോണ്ടിരിക്കുമല്ലേ. സിമ്മ് മാറാൻ മേലെ എന്താ? എങ്ങനെ സിമ്മ് മാറാനായിട്ടാണ്? ഈ OTP കാര്യങ്ങളെല്ലാം വരുന്നത് ഇതിനകത്തല്ലേ, പിന്നെ അല്ലാതെ മേലുദ്യോഗസ്ഥർ വിളിക്കുന്നത് ഇതിനകത്താണ്. എന്നാ പിന്നെ സാറിന് മാറാനാ? എന്റെ സെക്രട്ടറി സാറിന് നിനക്ക് വേണമെന്നാ? കൂടുതലായിരുന്നു വാശി പിടിക്കണമെന്നുണ്ടെങ്കിൽ നീയാണ് അതിനകത്ത് എഴുതി വെച്ചത് സാറിനോട് പറഞ്ഞു കൊടുക്കും. വെച്ചിട്ട് പോടാണ്. എനിക്ക് വേണം. ഹലോ ബായി, ഞാൻ കുമ്പളം മിനി അല്ല. പറയുന്നൊന്ന് മനസ്സിലാക്കും, ഞാൻ കുമ്പളം മിനി അല്ല. എന്താ ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ് അറിയണമെന്നാ? ബെഡ്ഷീറ്റും ബനിയനും, ഇതിൽ കൂടുതൽ എന്തോ അറിയണം നിങ്ങൾക്ക്? എന്താ എന്റെ ബായി, ഞാൻ കുമ്പളം മിനി അല്ല അല്ല അല്ല. മര്യാദ എന്ന് പറഞ്ഞ സംഭവം വേണ്ട. എത്ര ദിവസമാണെന്നറിയാം മനുഷ്യൻ ഉറങ്ങിയിട്ട്. കുമ്പളം മിനി അല്ലെന്ന് ഇത് ആരാ ഇത് ചെയ്തത്? എനിക്ക് ഇത്ര കോലമാണ് സാറേ ഇത്. എന്താ ടോക്സ് വരാനൊക്കെ മറന്നു പോയാ സാറേ? ഞാൻ 2 ദിവസം കൊണ്ട് സാറിനെ കിടന്ന് വിളിച്ചോണ്ടിരിക്കുവോ? സാറിന്റെ ഫോൺ എടുക്കാത്ത എങ്ങനെ ഫോൺ എടുക്കും? നിങ്ങളുടെ അച്ഛനുണ്ടല്ലോ ഉത്തമൻ, അങ്ങനെ എന്നെ വിളിച്ച് ഇന്നലെ 200 രൂപ വന്ന് എന്റെ കടം മേടിച്ചോണ്ട് പോയി. എന്നിട്ട് രാത്രി ആയപ്പോ എന്നെ വിളിച്ചേക്കുന്നു. കുമ്പളം മിനിയല്ലേ, ഞാനൊരു 1000 രൂപ ഗൂഗിൾ പേയിൽ ഇട്ടിട്ടുണ്ട്, ഒന്ന് കാണണം. അപ്പൊ ഞാൻ എന്ത് വിശ്വസിച്ച് ഫോൺ എടുക്കും? നിങ്ങളെ ഫോൺ ഞാൻ എന്ത് വിശ്വസിച്ചെടുക്കും? എന്റെ സാറൊരു കാര്യമാണ്. സാർ എന്തായാലും ഒരു CA അല്ലേ? സാറ് നേരെ സൈബർ സെല്ലിൽ വിളിച്ച് ഇതിനെ കുറിച്ചൊരു പരാതി പറയണം. പരാതി കൊടുക്കാൻ വേണ്ടി ഞാൻ വിളിച്ചെന്ന്. അപ്പൊ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ ഫോൺ എടുത്തിട്ട് പറഞ്ഞല്ലേ, മിനി ഞാൻ രാത്രി അങ്ങോട്ട് വിളിക്കാൻ ഞാൻ ഓഫീസിലാണ്. ഇങ്ങനെ കഴിഞ്ഞാൽ ഇത് സത്യം പറഞ്ഞാൽ എല്ലാ ലെവലിലും നമ്മളെല്ലാം വളർച്ചയുണ്ട്. പക്ഷെ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്റെ സാറേ, എന്താണ് താന്റെ അടുത്തൊരു കോമഡി വരുന്നുണ്ട്. എന്താണ്? ഐറ്റം വരെയുടെ പുതിയ എപ്പിസോഡ് പിന്നെ ഫേസ്ബുക്കിൽ വേറൊരു സാധനം. രാത്രിയുടെ ഏകാന്ത യാമങ്ങളിൽ ഒറ്റക്കിരിക്കുന്ന ഒരു പുരുഷനാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങളെ വിളിക്കാൻ ഞാൻ റെഡിയാണ്. വേറെ ആർക്കോ പണിയിട്ടാൻ പോകുന്നു, വേറെ ആർക്കോ പണിയിട്ടാൻ പോവാ. കുമ്പളം മിനി 93 47 33 88 53. അവരെന്റെ കൈ കിട്ടി ആടാവാൻ. എനിക്കറിയാം ഇത് ആരാണെന്നുള്ളത്. നോക്ക് ഡീപ്പ് നോക്ക് ഐഡി നോക്ക്. 2 മഞ്ചാടിക്കുരു. 2 മഞ്ചാടി. ഇതൊക്കെ ആരാന്നും പറഞ്ഞ് എവിടെ നിന്ന് കണ്ടുപിടിക്കൂടെ? ഇതൊക്കെ പ്രേമലോലിത എന്നാണ് പേര്. പ്രേമലോലിത കിട്ടിയ അവന്റെ പ്രേമലോലിത ഞാൻ ഇടിച്ചകത്താക്കുന്നത്. അല്ല, ഞാൻ ആലോചിക്കുന്നത് സാറേ, ഇത് ഞാൻ പറട്ടെ, സാറിന് എന്തായാലും സാറിനോട് ശത്രുതയുള്ള ആരെങ്കിലും ആയിരിക്കും ഇതിങ്ങനെ എഴുതി വെച്ചിട്ടുള്ളത് ട്രെയിനിൽ. പിന്നെ അല്ലാതെ സ്നേഹം കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്ന ആരെങ്കിലും ഇങ്ങനെ എഴുതി വെക്കും? അല്ല, അങ്ങനെ വെക്കത്തില്ല. സാറിന്റെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ആണോ? കുടുംബത്തിന് എന്തോ പ്രശ്നം? കുടുംബത്തിലുള്ള ആരാ എനിക്ക് ശത്രുത? വാരിക്കോരി കൊടുക്കുന്ന കുടുംബം ഉമ്മാണ് ആൾക്കാർ വിളിച്ചോണ്ടിരിക്കുന്നത്. വാരിക്കോരി കൊടുക്കുമെന്ന് പറഞ്ഞോണ്ടാണ് വിളിച്ചോണ്ടിരിക്കുന്നത്. അല്ല സാറേ, ഞാൻ ചോദിച്ചോട്ടെ, സാറിന് പോലീസ് സ്റ്റേഷനിൽ സാറ് CI ആണ്, സ്വന്തമായിട്ടൊരു പരാതി എടുത്തിട്ട് അന്വേഷിക്കാമല്ലോ. എങ്ങനെ അന്വേഷിക്കും? എന്നെ കാണുമ്പോ വിറച്ചോണ്ട് ഇങ്ങനെ സല്യൂട്ട് അടിക്കുന്ന തങ്കപ്പൻ പിള്ള PC ഇന്നലെ രാത്രി എനിക്കൊരു മെസ്സേജ്, മിനി ഞാനൊരു ചുരിദാർ മേടിച്ചു വെച്ചിട്ടുണ്ട്, നാളെ കാണണം. ഇത് സ്വന്തം ഭാര്യയ്ക്ക് മേടിച്ചു കൊടുക്കാത്ത? അല്ല സാറേ, എനിക്ക് തോന്നുന്ന ഒറ്റ കാര്യമാണ്. എന്ത്? സാറിനോട് ശത്രുതയുള്ള ഒരുത്തൻ, അതായത് ഈ അടുത്ത സമയത്തെങ്ങാനും സാർ ആർക്കിട്ടെങ്കിലും എന്തെങ്കിലും ഒരു പണി കൊടുത്തിട്ടുണ്ടോ? അതിന്റെ ദേഷ്യത്തിലായിരിക്കും മിക്കവാറും ബാത്റൂമിൽ അത് എഴുതി വെച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കി ആരായിരിക്കും? അപ്പൊ ഈ കലാഭവൻ പ്രചോദേട്ടല്ലേ, പുള്ളിയുടെ ഒരു ഫംഗ്ഷനിൽ ഞാൻ പോയിരുന്നു. ഓക്കെ. അപ്പൊ ഈ സമയത്ത് പുള്ളിക്ക് കൊണ്ടുവച്ചിരുന്ന ഒരു കരിക്ക് ഞാൻ എടുത്ത് കുടിച്ചായിരുന്നു. അപ്പൊ ഇതിന്റെ വാശിക്ക് പുള്ളിയാണോ എന്ന് എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. പിന്നെ കലാഭവൻ പ്രചോദേട്ടന് ട്രെയിനകത്ത് ചായ കച്ചവടം അല്ലേ ഉടനെ ബാത്റൂമിൽ കയറി എഴുതി വെക്കാനായിട്ട്? അല്ലല്ലേ, പറഞ്ഞു വരാതിരുന്ന ഒരു പേര് തോന്നിയാത്ത വർത്താനൊന്നും പറയരുത്. മനസ്സിലായ? അല്ലാതെ സാർ ഈ ശത്രുത എന്ന് പറഞ്ഞ സാധനം മനസ്സിൽ വെച്ചോണ്ടിരുന്ന ഭയങ്കര പ്രശ്നമാണ്. ഞാൻ തന്നെ പഠിച്ചോണ്ടിരിക്കുന്ന സമയത്ത്, 5ാം ക്ലാസ്സിൽ പഠിച്ചോണ്ടിരുന്ന സമയത്ത് എന്റെ കൂടെ ഉള്ള ഒരുത്തൻ എന്നെ എപ്പോഴും അങ്ങ് ചൊറിയും. ആണല്ലേ? മനസ്സിലായി? എന്താ ഞാൻ പറഞ്ഞില്ലേ ഞാൻ മിനി അല്ലെന്ന്? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല ഞാൻ മിനി അല്ല. എനിക്കെന്റെ ദേഷ്യം വന്നാൽ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? നിങ്ങൾ എന്തിനാണ് വെടിവെക്കുന്നതൊക്കെ എന്നെ ഒന്ന് വെച്ചോണ്ടിരിക്കുന്നത്? ഒരു ചെറുക്കനെ വെടി വെക്കുന്നതാണ് കുമ്മ വെക്കും. ചുമ്മാ മിനി അല്ലേ വെടി
ബേക്ക് നടക്കുമ്പോ ഞാൻ എന്താ ഞാൻ എത്ര കേസ് തെളിയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ്. അവിടെ വീണ്ടും വിളിക്കുന്നില്ലേ? നിങ്ങളെടുക്ക്. അതെന്താ സംഭവം? ചുമ്മാ അവനിക്കോട്ട് വന്നപ്പോൾ ഞാൻ തിരിച്ചങ്ങോട്ട് കൊടുത്തു. ആ നമ്പർ വേണമെങ്കിൽ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഇട്ടത് എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് വേണ്ടേ സാറേ? ശത്രുത എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ്. അതായത് ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരുത്തൻ എന്നോട് ഭയങ്കര ശത്രുതയായിരുന്നു. ഇവൻ എന്നെ എന്ത് ചെയ്തറിയോ? ക്ലാസ്സിൽ വരാൻ നേരത്തെ എന്നെ അങ്ങ് ചൊറിയും. ഈ ദേഷ്യത്തിന് ഞാൻ അവനെ പിടിച്ചങ്ങ് കടിക്കും. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇവൻ എന്നെ വീണ്ടും അങ്ങ് ചൊറിഞ്ഞു. ആ ദേഷ്യത്തിന് ഞാൻ അവനെ പിടിച്ചങ്ങ് കടിച്ചു. ഞങ്ങൾ ജോലി കിട്ടി. ഞാൻ നേരെ നമ്മുടെ ഡൽഹി ഉണ്ടല്ലോ, ഡൽഹി TP കമ്പനിയിൽ ഞാൻ ജോലിക്ക് ചെന്നപ്പോഴത്തേക്കും ഇവൻ അവിടെ നിൽക്കുന്നു. അവൻ എന്നെ അവിടെ വെച്ച് ചൊറിഞ്ഞി. ഞാൻ അവനെ പിടിച്ചങ്ങ് കടിച്ചു. കാരണമൊന്നും മിണ്ടാത്ത അല്ല, അവന്റെ ചൊറച്ചിൽ നിങ്ങളെ കടിയും തീരട്ടെ. നിങ്ങൾ ഈ കാര്യം ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറഞ്ഞു. ചൊറച്ചിലും കടിയും കൊണ്ടിരുന്ന തീരുമാനം ഉണ്ടാക്കാം. ഞാൻ മിനിഞ്ഞാന്ന് ഇവിടെ കൊണ്ടുവന്ന ഒരു പാത്രമില്ലേ, ചോറ് കൊണ്ടുവന്ന ആ പാത്രമൊക്കെ എടുത്ത് തന്നിട്ട് പോകും. എനിക്കത് വീട്ടിലോട്ട് കൊടുക്കണം, അല്ലെ ഭാര്യ വീട്ടിൽ കയറ്റത്തില്ല. ഹലോ, ഞാൻ മിനി അല്ല മാഷേ. പറയുന്ന മനസ്സിലാക്കി, ഞാൻ മിനി അല്ല. ഓരോരോ സാറേ അയ്യോ സാറിനെത്തിറങ്ങി ഞാൻ വീട്ടിൽ പോയായിരുന്നു. അപ്പൊ അവരാണ് പറഞ്ഞത് സാർ ഈ വീട്ടിൽ ഉണ്ടെന്ന്. സാറിന് എന്നെ മനസ്സിലായില്ല സാറേ. അതെന്നാ വർത്തമാനോ ഷിബു പറയുന്നത്? ഷിബു, ഞാൻ വണ്ടി ഇടിച്ച് റോഡിൽ കിടക്കുന്ന സമയത്ത് എനിക്ക് ബ്ലഡ് തന്ന് സഹായിച്ചവരാണ് നീ. നിന്നെ ഞാൻ മറക്കോ? ഇപ്പൊ എന്താണ് സാർ 24 ഞാൻ ഗൾഫിൽ പോയോട് സാർ. കൺഗ്രാചുലേഷൻസ്. എന്തെങ്കിലും പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പൈസ വല്ലതും വേണോ? പൈസയൊന്നും അല്ല സാറേ, വേറെ വിഷയമുണ്ട് സാറേ. എന്താണ് പറ സാറേ, നമ്മളെ തിക്കടവട്ട അമ്പലത്തിൽ ഉത്സവം. ഏതമ്പലം? തിക്കടവിട്ടമ്പലോ? തെക്കടത്തമ്പലം. തെക്കടത്തമ്പലം അമ്പലത്തിൽ ഉത്സവം. അവിടെ ഗാനമേള നടന്നിരുന്ന സമയത്ത് ഞാൻ സ്റ്റേജിന്റെ ഫ്രണ്ടിൽ ചെന്ന് ഡാൻസ് കളിച്ചു. അതങ്ങനെയാണ്. നമ്മളൊരു പാട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ കിടന്ന് തുള്ളു. ഗാനമേള എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ഈ ബൈജു സാർ എന്നെ ചെന്ന പിന്നെ അടിച്ചു സാറേ. നമ്മുടെ ബൈജു സാറാ? ഈ ബൈജു സാർ എടാ, സംഭവം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പുള്ളി ഡ്യൂട്ടിയുടെ എന്തെങ്കിലും ഒരു പ്രഷറിൽ നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ പുള്ളിക്കാരൻ തല്ലിയതായിരിക്കും. എന്നിട്ട് അത് മാത്രമല്ല, ആ ദേഷ്യത്തില് ഞാൻ സാറിന്റെ നമ്പരും എഴുതി ട്രെയിനിന്റെ ബാത്റൂമിൽ എഴുതി വെച്ചിട്ട് കുമ്പളം മിനിയും എരപ്പേ. എടാ, നീ ആരാണ് ഈ പരിപാടി ഉണ്ടാക്കി വെച്ചത്? എടാ, ആ മനുഷ്യൻ 4 ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല. എടാ, നീ എങ്ങനെയാണ് എഴുതി വെച്ചത് അയാൾ അറിഞ്ഞിട്ടില്ല. നിന്നെ കൊന്നുകളയും. എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പാക്കി തരണം. പിന്നെ ഒത്തുതീർപ്പാക്കാൻ ഞാൻ നിന്റെ കൂടെ വന്ന് അയാൾ എന്നെയും കൂടെ കൊന്ന് ചിലപ്പോ എന്നെ പിടിച്ച് ജയിലിൽ കൊണ്ടിടും. സാറിന് ചോര എന്നൊരു മനുഷ്യനാണ് ഞാൻ. ഈ ഒരു ബ്ലേഡ് എടുത്തോണ്ട് വന്ന് നിന്റെ ചോര ഞാൻ ഇപ്പൊ തന്നെ വിളിക്കും. എടാ, ഈ പരിപാടിക്ക് സാധിക്കത്തില്ല. ഇതെന്തോടാ കൈ കൊല? അത് ഈ കൊല കാണിച്ച് സാറിനെ ഒന്ന് ഇഷ്ടപ്പെടുത്താൻ വേണ്ടിട്ട്. എടാ, നീ ഇത് ഏത് കാലത്തിലാണ് ജീവിക്കുന്നത്? പുള്ളി എന്റെ വയറ് കാണാൻ കിടക്കി നിൽക്കുവാണ്. നീ കൊല കൊണ്ട കൊടുത്തിട്ട് ഇത് സോൾവ് ആക്കാനായിട്ട്. എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പാക്കി തരണം. എടാ, ഞാൻ ഇതിനകത്ത് ഇടപെടില്ല. ഇത് എന്താകുന്നു എനിക്ക് അകത്തായി കഴിഞ്ഞാൽ ഭായി പറയുന്ന മിനി നഹി ഹേ. ഒന്നാം തരം CI. ഒന്നാം തരം CI. ഒരുപാട് കേസ് തെളിയിച്ചിട്ടുള്ള CI. പറയുന്ന മനസ്സിലാ. ഭായി മിനി നഹി ഹേ. ആരാ ഈ ബാലരാമേന്റെ വിക്രമാര? ചോര എനിക്ക് ചോര തന്ന ആളാ. ചോര സാറ് കുടിക്കുന്ന അല്ല, മിനി അല്ലെന്ന് ഞാൻ ഹലോ, മിനി ഞാനേ ആക്സിഡന്റ് പറ്റി കിടന്നില്ല. ആ സമയത്ത് എനിക്ക് ചോര തന്ന ആണല്ലേ? ശരി. അപ്പൊ 24-ാം തീയതി സാറേ ഞാൻ ഗൾഫിൽ പോയി. പൊക്കോളൂ. നല്ല കാര്യമല്ലേ? സാറിനടുത്ത് പറയാൻ വേണ്ടി ഓക്കെ. ഞാൻ മിനി അല്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ മിനി അല്ല. സാറേ ഒരു നിമിഷം ഒരു കാര്യം ചെയ്യും. സപ്പോസ് ഇത് എഴുതിയ ആളെ സാറിന്റെ കൈ കിട്ടിയാൽ സാർ എന്ത് ചെയ്യും? ഞാനേ മിനി അല്ല, കിഡ്നി കിട്ടായിരിക്കും ഫസ്റ്റ് അടി. മിനി അല്ല സാറേ, ഞാൻ കല്യാണം പോലും കഴിച്ചിട്ടില്ല. കിഡ്നി പുറകില്ല. ഞാൻ നോക്കട്ടെ ഒന്ന് വർഷം. സാറേ, സന്മനസ്സുള്ളവർക്ക് സമാധാനം. ക്ഷമിക്കൂ ഒരു വട്ടം. വാഴ 2 പെട്രിയേറ്റ്. അതിനിപ്പോ എന്നോട് പറഞ്ഞു പഴയ 2 സിനിമാ പേര് എന്റെ അടുത്ത് പറഞ്ഞു, പുതിയ 2 സിനിമാ പേര് ഞാൻ അങ്ങോട്ട് തിരിച്ചു പറഞ്ഞു. അല്ലെന്തോ കാര്യം സിനിമ പേര് പറഞ്ഞു. നോക്കട്ടെ സാറേ. സപ്പോസ് ഒന്ന് ശ്രദ്ധിക്കും സാറേ. പിന്നെ വിളിക്കും, എപ്പോഴും വിളിച്ചോണ്ടിരിക്കും. സാർ, ഈ ചെയ്തവൻ വേറൊരു മാനസികാവസ്ഥ നിൽക്കുവാൻ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ കണ്ടവന്റെ പാത്രത്തിൽ കൈയിട്ട് തെണ്ടി തിന്നുന്ന ഒരു തെണ്ടിയാണെന്നുണ്ടെങ്കിൽ അവന്റെ മാനസികാവസ്ഥ കൊണ്ട് ചിലപ്പോൾ റെയിൽവേയുടെ ബാത്റൂമിൽ പോയി എഴുതി വെച്ചതായിരിക്കും. ഒരിക്കലും അത് ചെയ്യില്ല. അഷ്ടിക്ക് വകയില്ലാത്തവൻ അഷ്ടി തേടി പോവുള്ളൂ. ഇത് ഏതോ ഒരുത്തൻ കാർ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് നല്ലതുപോലെ പാർക്ക് ചെയ്തിട്ട് അവൻ റെയിൽവേ സ്റ്റേഷനിൽ കയറി ബോഗിയിൽ എഴുതി വെച്ചാൽ നല്ലപോലെ എനിക്കറിയാം. അല്ല, സൈക്കിളിലായിരുന്നു. അല്ലല്ല, സൈക്കിള് ഞാൻ ചോര കൊടുക്കാൻ വന്ന സാറിന് സൈക്കിളിലാണ്. സൈക്കിൾ ചോര കൊടുക്കാം. മിനിയല്ല. ഞാൻ പറഞ്ഞില്ലേ ഞാൻ മിനിയല്ലെന്ന്. അഷ്ടിക്ക് വകയില്ലെന്നാ ഞാൻ കൈയിട്ട് വരുത്തുന്ന ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞു. എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് ഇതാക്കട്ടെ. അതിന് വേണ്ടിട്ട് അതിങ്ങനെ പറഞ്ഞ് നാറ്റിക്കാണ്. സാറേ, ചിലപ്പോ അവന്റെ അച്ഛനൊരു തെങ്ങ് കയറ്റക്കാരനായിരിക്കും. ആ അച്ഛന്റെ ചെലവിലായിരിക്കും ചിലപ്പോ അവൻ ജീവിക്കുന്നത്. അതിന്റെ വിഷമത്തിലെങ്ങാനും അവൻ ഈ ബാത്റൂമിൽ പോയി എഴുതി വെച്ചിട്ട് അവന്റെ അച്ഛന്റെ തേങ്ങ കിട്ടിയ കിടിച്ച് പിരിക്കും. എന്റെ പെണ്ണുപിള്ള
കൊച്ചുങ്ങളെ വെച്ചിട്ടുള്ള വീട്ടിൽ പോയേക്കാണെന്നോ? ഞാൻ ഉറങ്ങിയിട്ട് എത്ര ദിവസമായെന്നറിയാം. എന്റെ ഫോണിൽ ആരൊക്കെ വിളിക്കുന്നറിയോ? എന്റെ അച്ഛൻ തെങ്ങിക്കറിന് ആരും ഇപ്പൊ പറയുന്നുണ്ട്. എന്നെ പറയണ്ടേ? അതുകൊണ്ടാണ് ഞങ്ങൾ എന്റെ അച്ഛന്റെ തേങ്ങ തുറന്നത്. എന്തൊരു ചീത്ത വിളിയാ പറഞ്ഞു സാറേ, ചിലപ്പോ അവന്റെ ഭാര്യ ഓ പിരിവിന് വന്ന് അണ്ണാച്ചിനോട് ഒളിച്ചോടിപ്പോയി. ആ ഒരു ദേഷ്യത്തിലാണ് അവൻ ആ റെയിൽവേയിൽ പോയി ആ നമ്പർ എഴുതി വെച്ചെന്നുണ്ടെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ പേര് നമ്പർ എഴുതി വെക്കേണ്ട, എന്റെ പേര് എഴുതി വെക്കേണ്ട കാര്യം എന്തോ? ആ ഒളിച്ചോടി പോയ എന്റെ പേരൊക്കെ എഴുതി വെച്ചപ്പോൾ എന്റെ പേര് എഴുതി വെക്കേണ്ട കാര്യം എന്തോ? അല്ല, ഞാൻ ചുമ്മാ ഒരു സമാധാനത്തിന്റെ ഇതിൽ ചോദിച്ചതേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തോ കുഴപ്പം കിട്ടുന്ന പ്രശ്നം. എന്റെ ഭാര്യ അണ്ണാച്ചിയോടെ പോയത് നിങ്ങൾക്ക് ആര് പറഞ്ഞു? ഞാൻ കല്യാണം പോലും കഴിച്ചിട്ടില്ല. അതിന്റെ ഭാര്യ എന്തിനാ അണ്ണാച്ചിയോടെ പോയത്? നിങ്ങളെ ബുദ്ധിയില്ല സംസാരിക്കുന്നത്. നീ ഇതിനൊരു ബുദ്ധിയില്ല. മണ്ടനാണ് നിങ്ങൾ. ആര് മണ്ടൻ? ഒരു കാര്യം പറയാൻ പറഞ്ഞ താടി വെച്ച് മണ്ടത്തരം പറഞ്ഞു. ആടി വെച്ചാരല്ല മണ്ട പറയാം. കൂടുതലോട് ചൂടായിരുന്നു. ആരെന്നറിയോ സാർ? സാറിന്റെ മൊബൈൽ നമ്പർ കുമ്പളം മിനി എന്ന് പറഞ്ഞിട്ട് ആ റെയിൽവേയുടെ ബാത്റൂമിൽ എഴുതി വെച്ചത് ഈ നിൽക്കുന്ന ഇവിടെ. അതെ അല്ല സാറേ, കുമ്പളം മിനിയാണ്. അതേന്ന് ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സ് സാരിയും ബ്ലൗസും. അതെ, ആ ഞാൻ പാർക്കിൽ വരാം, കാണാം. അതിനെന്താ കുഴപ്പം? എന്നാ വെള്ളിയാഴ്ച ഇരുന്നോ? സാറേ സാറേ ഒരു നിമിഷം, ഞാൻ എത്തി മീൻകറിക്ക് അരച്ചോട്ടെ. സാറേ മുഖത്തിട്ടിരിക്കരുത്. IPC സെക്ഷൻ 342 ഒരാളുടെ മുഖത്തിന് നേരെയുള്ള ആക്രമണം ജാമ്യം പോലും കിട്ടാത്ത വകുപ്പാണ്. നെഞ്ചാക്കൂടി ഇടിക്കരുത്. IPC സെക്ഷൻ 412 ഒരാളുടെ നെഞ്ചാക്കൂടി ഇടിക്കുക എന്ന് പറഞ്ഞാൽ ജാമ്യം പോലും കിട്ടാത്ത വകുപ്പാണ്. മുട്ടുകാലി കയറ്റി ഇടിക്കരുത്. IPC സെക്ഷൻ 512 ഒരാളുടെ മുട്ടുകാലി കയറ്റി ഇടിക്കുക എന്ന് പറഞ്ഞാൽ ജാമ്യം കിട്ടാത്ത വകുപ്പാണ്. നുള്ളുന്നോണ്ട് കുഴപ്പമുണ്ടോ? നുള്ളുന്നോണ്ട് ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. അതിന് ഒരു സെക്ഷൻ ആവശ്യമില്ലാത്ത സെക്ഷൻ ഒന്നും പറയണ്ടേ. എവനെ ഫസ്റ്റ് പറഞ്ഞാൽ പോരായിരുന്നോ? എവനാണെന്നത് നീ എന്തിനാണ് ചെയ്ത? ഗാനമണി ഡാൻസ് കളിച്ചപ്പോ സാറിനെ അടിച്ചില്ലേ സാറേ? ഏത് പാട്ടാ? ഏത് ഡാൻസറാ? എവിടെയാടാ? കുൽമ പിത്താ പിത്താത്തേ കുൽമ പിത്താ പിത്താത്തേ. അത് നീയാണോ കളിക്കാൻ? ഞാനായിട്ട് തല്ലിയുള്ളൂ. വേറെ വല്ലവരുടെ പിച്ചാത്തിക്ക് വരഞ്ഞാൻ അവന്റെ ഡാൻസ്. പിച്ചാത്ത കളിക്കാൻ നിന്ന അത് നീയായിരുന്നു. സാറേ ക്ഷമിക്കണം സാറേ, മാപ്പ് തരണം സാറേ. നീ ട്രെയിനിൽ എഴുതി വെച്ചാ? ട്രെയിനിൽ എഴുതി വെച്ചാ? ഞാൻ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ പോണ ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു. മനസാക്ഷി എന്ന് പറഞ്ഞ ഒരു സാധനം നിനക്കൊണ്ടാണ്. മനസാക്ഷി എന്ന് പറഞ്ഞ ഒരു സാധനം ഇവനുണ്ടായിരുന്ന. ഇവന് തിരുവനന്തപുരത്ത് നിന്ന് നേരെ കൊല്ലം വരെയുള്ള ഷട്ടിലിൽ പേരെഴുതി വെക്കുന്നത് അവിടെ ഉള്ള ആൾക്കാരിലെ വിളിക്കുമായിരുന്നു. ഇത് കാശ്മീരിൽ ആപ്പിൾ വിൽക്കുന്നവരെ വിളിക്കും മിനിയല്ലേ എന്ന് പറഞ്ഞു. മനസാക്ഷി എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു. സാറേ മാപ്പ് തരണം സാറേ. സാറേ അബദ്ധം. എങ്ങനെ മാപ്പാക്കും? സാറേ അബദ്ധം പറ്റി. 4 ദിവസമായിട്ട് വേറൊന്നുമില്ല. ഗൾഫിൽ പോകണം. ഗൾഫിൽ പോകുന്നതാണ്. ഗൾഫിൽ പോകുന്ന എന്തിനാ ഇവരെ വിമാനത്തിൽ ഞാൻ കയറ്റില്ല. വിമാനത്തിൽ കയറ്റിയല്ലേ വിമാനത്തിൽ എഴുതി വെക്കും. വിമാനത്തിലെ ബാത്റൂമിൽ കയറി എന്റെ പേരെഴുതി വെക്കും. പിന്നെ സായിപ്പന്മാരായിരിക്കും എന്നെ വിളിക്കുന്നത്. അല്ല സാറേ, അവരെന്തായാലും ഒരു അബദ്ധം പറ്റിയതായിരിക്കും സാറേ. സാറേ സാറിന്റെ വേണമെങ്കിൽ എന്റെ തല്ല് തല്ലിട്ട് തന്നെ ഇവിടെ ഗൾഫിൽ പോകുന്നത്. സാറ് തല്ലണമെങ്കിൽ പിടിച്ചേ ഇപ്പനാ എടാ ആവശ്യം സാറേ. ഹലോ, ഞാനേ മിനിയല്ല ഞാൻ വേറെ പിടിച്ച എടാ നീ ആവശ്യമില്ലടാ. എടാ എന്റെ ഞാൻ പറഞ്ഞില്ലേ മാഷെ മിനിയല്ലെന്ന് നിങ്ങളടുത്ത് പറഞ്ഞില്ല. ഞാൻ വേറൊരു കാര്യമായിട്ട് നിൽക്കുന്നു. ഞാൻ മിനിയല്ലെന്ന് പറഞ്ഞു. എന്റെ നീ എന്നെ പറയണം. ഇതെങ്കിലും ഞാൻ ചെയ്യട്ടെ. അവന്റെ അച്ഛന്റെ ഒക്കെ അവസ്ഥ ഭയങ്കര മോശമാണ്. കേസാക്കും. ജയിലിടിഞ്ഞാ നീ വെളി വരില്ല. ഞാൻ പാവപ്പെട്ട വീട്ടിൽ ജനിച്ച ഒരാളാണ്. എന്റെ അമ്മ നമ്മളെ കഷ്ടപ്പെട്ടാണ് സാറേ വളർത്തിയത്. അച്ഛനാണെങ്കിൽ വിയർപ്പിന്റെ അസുഖം. വിയർത്ത് കഴിഞ്ഞാൽ അച്ഛന് അലർജി വരും. അങ്ങനെ അച്ഛൻ പലോചനം മേടിച്ച് വിയർക്കാത്ത ജോലി ചെയ്തിട്ട് പലോചനം മേടിച്ച് അച്ഛൻ വീട്ടിൽ കൊണ്ട് കൊടുക്കും. പിന്നെ അച്ഛന് കൊല്ലത്തൊരു ഭാര്യയുണ്ട്. അച്ഛൻ അവിടെയും പലോചനം മേടിച്ചിട്ട് കൊടുക്കും. തിരുവനന്തപുരത്ത് ഒരു ഭാര്യയുണ്ട്. അവിടെ പലോചനം മേടിച്ചു കൊടുക്കും. ആലപ്പുഴ ഒരു ഭാര്യയുണ്ട്. പക്ഷെ അവിടെ പലോചനം മേടിച്ചു കൊടുക്കുന്ന പാവപ്പെട്ട അച്ഛൻ്റെ മോനാണ്. നിന്റെ അച്ഛൻ എന്തോ അസുഖം എന്ന് പറഞ്ഞാൽ വിയർത്ത് കഴിഞ്ഞാൽ അലർജി വരും. നല്ലതുപോലെ അവൻ വിയർക്കുന്നുണ്ട്. അവൻ നാടിനൊക്കെ പെണ്ണും കെട്ടി പലോചനം മേടിച്ചോണ്ട് വിയർപ്പിന്റെ അസുഖമുള്ള ആവശ്യമില്ലാത്ത സെന്റിമെന്റ്സ് പറയാൻ നിൽക്കുന്നു. കേസ് എന്ന് പറഞ്ഞാൽ കുഴുകുന്നീ സാറേ അങ്ങനെയാണ്. ഞാൻ എന്റെ തെറ്റ് ഞാൻ തന്നെ തിരുത്താം. എന്താ തിരുത്ത്? ഞാൻ റെയിൽവേ സ്റ്റേഷനിലെ ബാത്റൂമിൽ ചെന്ന് ഒരു പെയിന്റ് എടുത്ത് വെച്ചാൽ മാച്ച് പെയിന്റ് അടിച്ച് എഴുതി വെച്ചാൽ മാച്ചുകളെ. നിന്റെ അപ്പച്ചിയുടെ വീടാണ്ട ഇന്ത്യൻ റെയിൽവേ പെയിന്റ് അടിച്ച് മാച്ച് കളയാൻ വേണ്ടിട്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ സാറേ, ഇതിനിപ്പോ അധികം അങ്ങോട്ട് കൊണ്ടുപോകണ്ട. സാറിന് എന്തായാലും ഇപ്പൊ 4 ദിവസമായിട്ട് മാനസികമായിട്ട് ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. അവനും ഗൾഫിൽ പോകണം. ഒരു ഒത്തുതീർപ്പ് ഞാൻ പറഞ്ഞു തരാം. അവനൊരു തുക ഇങ്ങ് തരും. അത് മേടിച്ചിട്ട് സാർ ഈ കേസ് അങ്ങ് തീർത്തു. എന്ത് സമയനഷ്ടം, മാനനഷ്ടം, ഇതെല്ലാം ഞാൻ സാറിന് എത്ര രൂപ വേണം? കൈക്കൂലി ഞാൻ മേടിക്കാം. കൈക്കൂലി അല്ലല്ലോ ഇത്. കൈക്കൂലി അല്ല. സാറിന്റെ മാനനഷ്ടത്തിനുള്ള ഒരു തുക കോടതി പോവാതെ നമുക്ക് തീർക്കാം. പറ എത്ര രൂപ വേണം? എത്ര രൂപ എത്ര രൂപ കൊടുക്കണം? 1.5 ലക്ഷം രൂപ. 2 ലക്ഷം രൂപ തരും.
2 ലക്ഷം രൂപ. ഒന്നര. 2 കൊടുക്കണം, മാനനഷ്ടമാണ്. ആപ്പിൾ വിളിക്കുന്നവൻ വരെ വിളിച്ചു, പിന്നെ അതിന് കൊടുക്കണം. വെള്ളിയാഴ്ച കൊണ്ട് തരാം. ഇന്ന് തന്നെ അത് ക്ലിയർ ചെയ്യണം. ക്ലിയർ ചെയ്യാം. ആ ബാത്റൂമിൽ കയറി എല്ലാം ക്ലിയർ ചെയ്യണം. വെള്ളിയാഴ്ച മനസ്സിലായി? വെള്ളിയാഴ്ച സാറേ, വെള്ളിയാഴ്ച വരും. ശരിയാക്കി സാർ സത്യം ശരിയാക്കി സാറേ. ഡേയ്, നീ വാടാ. എടാ, ഈ ഒരു കാര്യം നീ മനസ്സിലാക്കണം. പരസ്പര സ്നേഹം എന്ന് പറയുന്നത് മനസ്സിലായി, നമ്മൾ ആ മനുഷ്യരെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കണം. അറിയാം. ഉദാഹരണമായിട്ട് പറഞ്ഞ അണ്ണൻ, ഈ അണ്ണൻ അച്ഛനണ്ണനുണ്ടല്ലോ, കൂട് കൂട്ടാൻ വേണ്ടി ചകിരി എടുത്തോണ്ട് പോകുമ്പോ മകനുണ്ടാവുണ്ടല്ലോ കുഞ്ഞണ്ണൻ, ചെറിയ ചകിരിയും പിടിച്ചോണ്ട് അച്ഛനണ്ണന്റെ കൂടെ പോകും. എന്താണ് കാര്യം? അണ്ണാൻ കുഞ്ഞും തന്നാലായത്. ഇതിൽ നിന്ന് നിനക്കെന്ത് മനസ്സിലായി? അപ്പൊ ഞാൻ എന്റെ അച്ഛന്റെ പിറകെ ചകിരി എടുത്തുകൊണ്ട് പിറകെ പോണം അല്ലേ? അച്ഛന്റെ പുറകെ ചരി എടുത്തു. പിന്നെ ചകിരി എടുത്തോണ്ട് പോകാൻ പറഞ്ഞു. പറഞ്ഞോട്ടെ സാറേ, അച്ഛന്റെ പുറകെ ചരി. സാറേ പറഞ്ഞേട്ടോ സാറേ, വെള്ളിയാഴ്ച പൈസ കൊടുത്താ പൈസ അച്ഛന്റെ പിറകെ ചകിരി കൊണ്ട് വാങ്ങിയാൽ അച്ഛന്റെ പുറകെ ചരി എടുത്തോണ്ട് പോകണം. പിന്നെ അത് തന്നെ പറഞ്ഞത്. അതിനെ പറഞ്ഞിട്ട് എടാ, ഒരു ഉപദേശം പറയുമ്പോ അതെന്താണെന്ന് കേൾക്കണം. മണ്ടത്തരം പറയുന്നത്. എന്ത് മണ്ടത്തരം? മണ്ടത്തരം പറയുന്നത്. ആരാണ് മണ്ടത്തരം? താടി വെച്ചിട്ട് മണ്ടത്തരം. ആരാണ് മണ്ടത്തരം? താടി വെച്ച്. കുറേ നേരം ഈ താടി വെച്ചവരെ കുറ്റപ്പെടുത്തണം. താടി വെച്ചവരെ കുറ്റപ്പെടുത്തണം. ഞാനെന്താ പറഞ്ഞു ചോദിച്ചാ? എന്നാ? പോടാ, പോടാ, പോടാ. താടി വെച്ചവരെ കുറ്റം പറഞ്ഞു. ഇത് ഒത്തുതീർപ്പല്ല സാറേ, ഇതുകൂടെ ഇട്ടി കൊടുത്തു വിടണം. വെള്ളിയാഴ്ച പൈസ കൊണ്ടുവന്നേ സാധനം തരും, അവൻ അതിലവന്റെ വീട്ടിൽ പോയി ഞാൻ ഇടിക്കും. എനിക്കറിയാം. ഹലോ, ആദിരാണ് ഓമനെ? ആരി? അയ്യോ, ഇത് ആദിരാണ് ഓമനയുടെ നമ്പർ അല്ല. ഫോൺ പോയി. വീട്ടിൽ ആദിരാണ് ഓമനെ? അയ്യോ, ഞാൻ ആദിരാണ് ഓമന അല്ല സാറേ. അവ 5:30 ആരതി ബസ്സിന് പണി ഒപ്പിച്ചു സാറേ. ഒപ്പിച്ചോ? പിന്നെ എടാ! അപ്പൊ നമുക്ക് നേരെ അഭിപ്രായങ്ങൾ ചോദിക്കാം. സ്റ്റാർട്ടിംഗ് വിത്ത് ഷാജ് ചേട്ടൻ. ഷെൽവ, കുമ്പാരി ശ്യാം. ഷെൽവനെ ഏറ്റവും ക്യാരക്ടർ പറ്റിയ ക്യാരക്ടർ സെലക്ട് ചെയ്യപ്പോഴും അസലായിരുന്നു. ആ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു. സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ ട്രെയിനിനകത്ത് ഒരുപാട് എഴുതി വെക്കുന്ന ശീലങ്ങൾ ഇപ്പം എനിക്കൊന്ന് കുറച്ച് കുറവാണെന്ന് തോന്നി ഇപ്പോൾ ഉള്ള. പക്ഷെ നേരത്തെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന രീതിയിൽ നമ്പർ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഏത് നമ്പറാണെന്ന് നോക്കാതെ അങ്ങ് വിളിക്കുക. പക്ഷെ അതിനകത്ത് ഓരോ സീക്വൻസിൽ അത് മെയിൻറ്റെയിൻ ചെയ്തു എന്നുള്ളതാണ്. ആ ഫസ്റ്റ് തൊട്ട് ഈ മിനിയുടെ കോള് കണ്ടിന്യൂസ് ആയിട്ട് ചിലവരത് മാനേജ് ചെയ്ത് വാക്ക് ചെയ്യുമ്പോഴും ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ അതിങ്ങനെ നടക്കുക. അതാണ് അതിൻ്റെ ആ സ്കിറ്റിൻ്റെ ഒരു ഹൈലൈറ്റ് അതാണ്. അപ്പോൾ ആ മിനി അങ്ങനെ നിൽക്കുകയും ക്ലൈമാക്സ് നന്നായി കേട്ടോ. ക്ലൈമാക്സ് അസലായി. അതേപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ അതായി. കുമ്പാരി എനിക്ക് ആ പേര് അത് തന്നെയാണോ എല്ലാരും വിളിക്കുന്നത്? അങ്ങനെയാണ്. ആദ്യം ഒരു ബെൻസ് ഷോപ്പ് ഉണ്ടായിരുന്നു, അതിന്റെ പേര് കുമ്പാരി. ഞാനിതാ എങ്ങനെ ഒരു പേര് വളരെ വ്യത്യസ്തമായ ഒരു സ്ഥലപ്പേരാണോ എന്താണെന്ന് അറിയില്ല. ശ്യാമൻ നന്നായിരുന്നു കേട്ടോ, അസലായിരുന്നു. എന്തായാലും 3 പേരും കൂടെയുള്ള കോമ്പിനേഷൻ ഭയങ്കര രസമായിട്ട് എവിടെയും മിസ്സാവാതെ ഓരോ കൗണ്ടറുകളും കറക്റ്റായിട്ടുള്ള സ്പേസ് കൊടുത്തുകൊണ്ടുള്ളൊരു ഒരു പ്ലേ ഉണ്ട്. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഉടുത്തിരിക്കുന്ന ബെഡ്ഷീറ്റ് പോലും കറക്റ്റായിട്ട് ഉടുത്തിരിക്കുന്നത്. പിന്നെ പോലീസാണെന്ന് അറിയിക്കാൻ വേണ്ടി ആ സോക്സും അതെല്ലാം ക്യാരക്ടർ കറക്റ്റായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. അടിപൊളി സ്കിറ്റായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. താങ്ക് യു. സെൽവ, കുമ്പാരി, ശ്യാമ, കിട്ടില്ല സ്കിറ്റായിരുന്നു കേട്ടോ. അടിപൊളിയാണ്. അടിപൊളിയെന്ന് പറയാൻ എടുത്തു പറയുന്നത്, നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കും. ഇന്ന കാര്യങ്ങളാണ് ചെയ്യാൻ പോണത് എന്ന് നമ്മൾ പ്രതീക്ഷിക്കും. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നൊരു സാധനത്തിനകത്ത് ഈ കൂടുതൽ സ്കിറ്റ് വേർഷനല്ല, നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന ഒരു ചെറിയ നല്ല കോമഡി സീൻ കാണുന്ന പോലെ ഭയങ്കര ലൈഫായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇപ്പം ഷാജു പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ പോലീസുകാരനാണ് തോന്നിക്കാൻ വേണ്ടിയിട്ട് ഒറ്റ ലുക്കിൽ തന്നെ പോലീസുകാരനാണ് തോന്നാൻ കാരണം ഈ സോക്സാണ്. പിന്നെ നിങ്ങളുടെ മാനറിസങ്ങൾ 3 പേരും ക്യാരക്ടർ എങ്ങനെയൊക്കെ ചെയ്യാവോ. അതായത് ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം ഇതാണ്, ട്രെയിനിനകത്ത് ഇത് എഴുതി വെച്ചു. കാരണം നമ്മൾ ചിന്തിക്കാത്തൊരു സബ്ജക്റ്റാണ്. ഇതുവരെ ആരും നമ്മൾ അങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ആരും സ്കിറ്റ് ചെയ്ത് കണ്ടിട്ടില്ല. അങ്ങനെ ഒരുപാട് പേർക്ക് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ ഈ അബദ്ധങ്ങൾ പറ്റിയിരുന്ന ആൾക്കാർ തന്നെ ചിരിച്ചു പോകും. കാരണം ഒരു ട്രെയിനിൽ ഒരു നമ്പർ എഴുതി വെച്ചാൽ പിന്നെ എവിടെ നിന്നൊക്കെ വിളി വരുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇയാളുടെ പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോഴാണ് ശ്യാം കയറി വരുന്നത്. പിന്നെ ഇത് സോൾവ് ചെയ്യാൻ മനുവിൻ്റെ ഒരു ആക്ഷൻ പരിപാടി അത് ഗംഭീരമായിരുന്നു. മനു അടിപൊളിയായിരുന്നു. കാരണം ഇത് തരണം ചെയ്യണം പുള്ളിക്ക്. പിന്നെ നിൽക്കുന്ന സമയത്ത് പുള്ളി ഇടിക്കാൻ നിൽക്കുന്ന ദിവസം ഫോൺ വരുന്നത് ആ സാധനമൊക്കെ നല്ല ടൈമിംഗ് ആയിരുന്നു കേട്ടോ. ഫോൺ കൊടുത്ത് സാർ ഫോണുണ്ട്. പക്ഷേ എങ്ങനെയൊക്കെയാണ് അങ്ങനെ ഒരു പെയിൻ പറ്റുന്നത്? കാരണം നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ പോലും എന്തെങ്കിലും ഒരു കാര്യം ഇട്ട് എന്തെങ്കിലും അബദ്ധം സംഭവിച്ചാൽ ഭയങ്കര അറ്റാക്ക് കിട്ടുന്ന ആൾക്കാരുണ്ട്. ആ ഫീലിങ്സ് എന്താണ് എന്നുള്ളത് കറക്റ്റായിട്ട് സെൽവൻ അതിവിടെ പ്രസൻറ്റ് ചെയ്യുമെന്നുള്ളതാണ്. 3 പേരും നല്ല ലൈഫായിട്ട് കളിച്ചു. അടിപൊളിയായിരുന്നു. ഓൾ ദ ബെസ്റ്റ് 3 പേരും. താങ്ക് യു ചേട്ടാ. നസീർക്ക. അടിപൊളി, നന്നായിരുന്നു കേട്ടോ. 2 ചോദ്യം ചോദിക്കാം. നിങ്ങൾ എവിടെയെങ്കിലും ഇതേപോലെ നമ്പർ എഴുതി വെച്ചിട്ടുണ്ടോ? നിങ്ങളെ ആരെങ്കിലും ഇതേപോലെ വിളിച്ചിട്ടുണ്ടോ? കാര്യം ഇത് നമ്മുടെ ഇടയിലൊക്കെ ഒരുപാട് ചർച്ചയാകുന്നത്, ബേസിക്കലി മിമിക്രിക്കാരുടെ ഇടയിൽ ഒരുപാട് ചർച്ചയായ ഒരു വിഷയമാണിത്. പണ്ട് ആരാണ്ടോ ഒരാൾ ഇങ്ങനെ ചെയ്തിട്ട് പറഞ്ഞു. എന്നറിയാം നസീർക്ക, സെൽവ, ഈ ചങ്ങനാശ്ശേരി നമ്മൾ എറണാകുളം വരുമ്പോൾ അല്ലെങ്കിൽ വരുന്ന സമയത്ത് ഈ ചങ്ങനാശ്ശേരി കോട്ടയം അടുക്കാറുമ്പോൾ ഒരു തുരങ്കമുണ്ട്. ഈ തുരങ്കത്തിൽ വരുമ്പം ഇരുട്ടാണ് ട്രെയിൻ.
അപ്പോൾ പണ്ട് നമ്മൾ പഠിക്കാൻ ഇവിടെ വരുന്ന സമയത്താണെങ്കിൽ ഈ ട്രെയിൻ കടന്നു പോകുന്ന സമയത്ത് ആരോ നല്ല ചീത്ത വിളിക്കുന്നുണ്ട്, ചുമ്മാ ഭയങ്കര തെറിവിളി. ഇത് 2-3 ദിവസമായി ഇത് ആരെന്ന് അറിയത്തില്ല. പിന്നെ സൈലന്റ് ആരും കാണും. അങ്ങനെ ഒരു ദിവസം ഉണ്ടല്ലോ, ഇയാൾ ഇങ്ങനെ തെറി വിളിക്കുന്ന സമയത്ത് ഒരാൾ ലൈറ്റ് ഇട്ടു, കറക്റ്റ് ഇവനെ പിടിച്ചു. ഞാൻ പറഞ്ഞ അത്തരത്തിലുള്ള ഒരുപാട് ആൾക്കാർ നമുക്കിടയിലുണ്ട്. അതിൻ്റെ ഒരു കഥാപാത്രമാണിത്. സത്യം പറഞ്ഞ ഒരു രോഗമാണത്. ഇങ്ങനെ നമ്പർ എഴുതി വെക്കുക ഇതൊരു സുഖമാണ്. ചൊറിയ എന്ന് പറയുന്നത് ഒരാളൊരു ടെൻഷൻ അനുഭവിക്കുമ്പോൾ അത് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു സുഖമുണ്ടല്ലോ. ആ കണ്ടന്റ് എടുത്തത് നിങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ, ഞാൻ അതിൽ സെൽവനെയാണ് കേട്ടോ, സെൽവൻ അത് ആ ക്യാരക്ടറെ അതേപടി തുടക്കം മുതൽ അവസാനം വരെ കൊണ്ടുപോയെന്നാണ് ഉള്ളതാണ്. പിന്നെ ആളിതാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം ഇടിക്കാനായിട്ട് ഇവൻ ശ്യാമ് നിന്ന് പോകുന്ന വഴി കൂടെ പോയി കുനിഞ്ഞ് നിന്ന് കൊടുക്കുന്നുണ്ട്. ഒരു സിനിമയ്ക്കകത്ത് ദിലീപേട്ടൻ അല്ല, ഒരു കാറിൻ്റെ ഡോറ് തുറന്ന് കൊടുക്കുമ്പോൾ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോയി അവിടെ ചെന്ന് തുറന്ന് കൊടുക്കുന്ന ഒരു സീനുണ്ടല്ലോ, എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി ആ സീൻ കണ്ടപ്പോൾ. വളരെ മനോഹരമായിട്ട് നിങ്ങൾ 3 പേര് ഇതിൽ ചിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി ഒന്ന് മനസ്സിൽ ചിന്തിക്കാതെ ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ആർക്കെങ്കിലും സംഭവിച്ചാൽ എന്തായിരിക്കും പുള്ളിയുടെ മാനസികാവസ്ഥ എന്നുള്ളത്. ഇല്ലേ, അങ്ങനെ വിളിച്ചിട്ടില്ലേ സെൽവനിൽ അത് അടങ്ങിയിട്ടുണ്ട്. അതാണ് സെൽവന്റെ മുഖത്തുണ്ട്. അതാ തുടക്കം മുതൽ ഞാൻ ചോദിക്കുന്നത്, ആർക്കെങ്കിലും ഇങ്ങനെ കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്തിട്ടുണ്ടോ എന്ന്. എന്തായാലും നന്നായി, നല്ല രസമായിട്ട് നിങ്ങൾ ആ ചെറിയൊരു സാധനം വെച്ചിട്ട് ഇത്രയും നേരം കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ കഴിവ് തന്നെയാണ്. 3 പേരും ഗംഭീരമായിട്ട്, മീഡിയേറ്റർ പ്രത്യേകിച്ചും അടിപൊളി. അപ്പൊ നല്ല ഗംഭീര കമന്റ്സ് നമ്മൾ കേട്ടു. ഇനി നമുക്ക് നല്ല ഗംഭീര മാർക്സ് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫ്രം ഷാജേട്ടൻ 17,000. ഓക്കെ, പ്രചോദേട്ടാ? ഞാനും കുറയ്ക്കുന്നില്ല, ഞാനൊരു 17,000 രൂപ. 17,000 34,000 രൂപയാണ് ഇക്കയാണ് ഹൈഡ് ചെയ്തിട്ടുള്ളത്. ഇക്ക സാറേ, ഇനിയെങ്കിലും ആ ബെഡ്ഷീറ്റ് മാറ്റി നല്ലൊരു മുണ്ട് വാങ്ങിച്ചു. 70,000 രൂപയാണ്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ എന്തായാലും ഇനി ആരുടെ നമ്പർ ഒന്നും ഇങ്ങനെ എഴുതി വെക്കരുത് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ വേദിയിൽ അടുത്തതായിട്ട് നിങ്ങളെ ചിരിപ്പിക്കാനായിട്ട് പുറത്ത് ഒരു പട്ടാളക്കാരനും മകനും ഒരു തമിഴ് പൊന്നും കാത്തു നിൽക്കുന്നുണ്ട്. നമുക്ക് അവരെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്താലോ? ലെറ്റ്സ് വെൽക്കം രജു ചേട്ടൻ, ഷൈജു ചേട്ടൻ ആൻഡ് മാളു. തെച്ചിപ്പൂവേ തെങ്കാശിപ്പൂവേ മച്ചാനെ പാരുങ്കടി, തെച്ചിപ്പൂവേ തെങ്കാശിപ്പൂവേ മച്ചാനെ പാരുങ്കടി, വായോ വായോ നീ എൻ മാറിൽ ചായോ, മഞ്ഞൾ പൂത്താലി തരാ നിന്റെ മാറനായി കൂടെ വരാ. நீங்க இங்க திருடா திருடு பாக்கல? என்ன திருடா திருடு കളിക്കാൻ ഞാനങ്ങ് ധനുഷല്ലേ. എന്റെ പൊന്നു പെങ്കൊച്ചേ, എന്റെ അച്ഛൻ 5 ദിവസത്തെ ഗ്യാപ്പിന് ടൂർ പോയേക്കുവാ. എടി, ആ ഗ്യാപ്പിനാ നിന്ന് ഞാൻ കെട്ടിക്കൊണ്ടിക്ക് വന്നേക്കുന്നത്. ഇറുക്കത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഈ കെട്ട് കല്യാണത്തിന്റെ അപ്പ കെട്ടിയതാ. ஐயோ மாமா, அடிக்க கூடாது மாமா. நம்ம ஊரிலே திருமணத்துக்கு முன்னாடி பொண்ணுங்களை சாரி தும்பல இந்த மாதிரி கேட்ட முக்கியமா சடங்கு. ആഹാ, കേരളത്തിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഭാര്യമാരുടെ താരത്തുമ്പിൽ ഭർത്താക്കന്മാരാവണത്. തമിഴ്നാട്ടിൽ കല്യാണം കഴിക്കുമ്പോഴേ താരത്തുമ്പിലാണെന്ന് പറഞ്ഞ വലിയ കഷ്ടമായത്. എന്റെ പെണ്ണ് പെങ്കൊച്ച, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു നീ മാമാ മാമാന്ന് വിളിക്കരുതെന്ന്. அதுக்கு என்ன பிரச்சனை? അതിനിവിടെ അർത്ഥം വേറെയാ കൊച്ചേ. போ மாமா. மாமா, எனக்கு ஒரு சந்தேகம் இருக்கு. സന്ദേഹം എന്ന് വെച്ചാ? சந்தேகம் மீன்ஸ் டவுட் இருக்கு. ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്തിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കാലെടുത്ത് കുത്താവുള്ളൂ. நம்ம கல்யாணத்துக்கு முன்னாடி நீங்க எவ்வளவு லவ் இருக்கா? പൊന്നു പെങ്കൊച്ചേ, നിന്റെ നാക്കിൽ വല്ല വെള്ളടി വെട്ടും. എടി, നിന്റെ കല്യാണത്തിന് മുമ്പ് ഞാൻ ഒരു പെണ്ണിന്റെ മുഖത്തോട് നോക്കിയിട്ടില്ല, അറിയോ? ഫോൺ കൊടു. 5 പെമ്പിളരെ സ്നേഹിച്ചായിരുന്നു. അത് 4 എന്നെ തേച്ച്, ഒരെണ്ണത്തെ ഞാനും തേച്ചു. நீங்க என்ன மாத்துகளா? கடவுளே கடவுளே. എടി, ബഹളം ഉണ്ടാക്കല്ലേ. എടി, എന്റെ അച്ഛനുണ്ടല്ലോ റിട്ടയർഡ് കേണലായതിന്റെ പേരിൽ ഞാൻ പട്ടാളക്കാരനായതിനു ശേഷം മാത്രം എന്നെ കെട്ടിക്കുന്നു പറഞ്ഞിരിക്കുക, അറിയോ? பட்டாளத்திலா? அப்ப உங்களுக்கு எவ்வளவு படிப்பு இருக்கு? ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചു. പാസാ? തമിഴ്നാട്ടിൽ നിങ്ങൾ മുഖത്തിന് എന്താ പറയണത്? മൂഞ്ചി. ആ, അത് എന്നെ ഇവിടെ സംഭവിച്ചത്. ആ, അല്ല, ഞാനേ ഈ കല്യാണത്തിരക്കായതുകൊണ്ട് വിശേഷങ്ങളൊന്നും ചോദിക്കാൻ പറ്റിയില്ല. നിനക്ക് വല്ല ജോലി വല്ല ഉണ്ടോ? ജോലി മീൻസ് വേല? ആ, വേല വല്ല ഉണ്ടോ? ഇருக்கு മാമാ. ആ, എന്താ ഉള്ളത്? Every day I'm going to the office. അടിപൊളി, തുടക്കം തന്നെ ഇംഗ്ലീഷ് പൊളിച്ച്. Around the stone. Take it cash. Put in the stone. Take it hammer. അതേ 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 அப்படிங்களா? തമിഴ്നാട്ടിലെ അണ്ടി ഫാക്ടറിയിൽ അണ്ടി തന്നുന്ന പെണ്ണാണല്ലേ. എന്തായാലും നിന്റെ അച്ഛനോട് ചെയ്ത് വല്ലാത്ത ഒതേ ഒതയായി പോയി.
என் அப்பாவை பற்றி சொல்ல. നിന്റെ അപ്പയെ കുറിച്ച് പറഞ്ഞ നീ എന്ത് ചെയ്യും? എടി നിന്റെ അച്ഛൻ ചിന്ന കൗണ്ടർ എന്നെ പെയിന്റിങ്ങിന് വേണ്ടി വിളിച്ചാണ് അവിടെ. നിന്റെ വീട്ടിൽ വന്ന് നിന്റെ അച്ഛൻ എവിടെ എന്ന് ചോദിച്ചപ്പോൾ നീ ചോദിച്ചു എന്താ ചേട്ടാ ഇവിടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ പെയിന്റിങ്ങിന് വന്നതാന്ന് ആക്ഷൻ കാണിച്ചപ്പോൾ ഈ ആക്ഷന്റെ പേരിൽ ഇറങ്ങി വന്നല്ലേ നീ. പിന്നെ എനിക്ക് പിന്നെ നാട്ടിൽ പെണ്ണ് കിട്ടാത്തത് കൊണ്ട് ഞാൻ നിന്നെ അവന്റെ കൂടെ കൂട്ടിയെന്നുള്ളൂ എന്നും പറഞ്ഞ എന്റെ തലയിലെങ്ങാനും കയറി ഇറങ്ങാൻ വന്നാലുണ്ടല്ലോ. തല കയറി ഇറങ്ങാൻ ഞാൻ എന്താ പേന? എന്താ ദൈവമേ, ഇവിടെ ഈ കോമഡി ഒന്നും വർക്കൗട്ട് ആവൂല. ഈ കൗണ്ടർ ഇവിടെ ഏക്കത്തേ ഇല്ല. കൗണ്ടറാ இருக்கு மாமா இந்த അടുത്ത്. சின்னப்ப கவுண்டர், വലിയப்ப கவுண்டர், இளையப்ப கவுண்டர், എല്ലാ കൗണ്ടറും പോയി അടുത്തിരിക്ക്. അങ്ങനെയാണെങ്കിൽ ആദ്യം ഒരു 5 ഫ്രഷ് കൗണ്ടർ ആദ്യം കയറ്റി വിട്ടാ ഇവിടുന്ന് നമുക്ക് രക്ഷപ്പെടാം. அப்படிங்களா மாமா? ஊரு ഭയങ്കര ഫാസ്റ്റ് ആണ്. அப்படியில்ல மாமா, இந்த ஊருக்கு பேர் என்ன? ഊരിന്റെ പേര് മയിലാടുംകുന്ന്. ഇത് പറഞ്ഞ വേറെ വല്ല ആയി പോകും. പിന്നെ നീ ഊരിന്റെ കാര്യം ചോദിച്ചപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് ഹണിമൂണിന് ആദ്യം എവിടെയാ പോകണ്ടേ? மாமா ഇഷ്ടം. എന്റെ ഇഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യമേ ഊട്ടിക്ക് പോയാലോ? ஊட்டி போണ്ട மாமா. ഒരു മാസം മുന്നാടി ഞാൻ സുന്ദരാജ് പോയപ്പോ കേറി പോയാച്ച്. കല്യാണത്തിന് മുമ്പല്ലേ, അതപ്പോ കുഴപ്പമില്ല. പിന്നെ എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം, കന്യാകുമാരിക്ക് വിട്ടാലാ? അയ്യോ കന്യാകുമാരി വേണ്ട മാമ, കഴിഞ്ഞ വാരം മുന്നാടി ഞാൻ സുന്ദരാജ് പോയപ്പോ കേറി പോയാച്ച്. ആണോ? എന്നാ പിന്നെ നമുക്ക് മൂന്നാറിന് പോയാലോ? മൂന്നാറില് 3 വട്ടം സുന്ദരാജ് പോയപ്പോ ഞാൻ കേറി പോയി. ആരാണ് ഈ സുന്ദരാജ്? നമ്മ ഊരിലെ ഒരേ ഒരു ടൂറിസ്റ്റ് ബസ് തന്നെ സുന്ദരാജ്. ഇപ്പൊ തമിഴ്നാട് കോടതി മൊത്തം കേറി ഇറങ്ങി നടക്കേണ്ടി വന്നേ എനിക്കിപ്പോ. என்ன மாமா? പിന്നെ மாமா நான் ஒரு കാര്യം சொல்லட்டுமா? ഈ ചൊല്ലട്ടമ്മ എന്ന് ചോദിക്കാ നീ എന്നെ വിജയ സേതുപതിയുടെ പെങ്ങളാണോ? മാമാ നമുക്ക് എത്ര കുളം വേണമെന്ന് ആസേ? കൊള്ളാം. പടം കാണാൻ തിയേറ്ററിൽ കയറി ടിക്കറ്റ് എടുത്തില്ല, അതിനു മുമ്പ് അവർക്ക് ക്ലൈമാക്സ് കാണണമെന്നാ പറയണത്. മാമാ അതല്ലേ നമ്മൾ ആദ്യ കുളന്ത ആണായിരിക്കണമാ പെണ്ണായിരിക്കണമാ? ആണായാലും പെണ്ണായാലും അത് എന്റെ ആയാ മതി. അല്ല എന്റെ മുഖമായാൽ മതി എന്ന് മാത്രം പറയായിരുന്നു. ഇനി ഞാൻ മിണ്ടി കൂടാതെ നീങ്ക എപ്പോഴും എന്നെ കളിയെ കൂടത്. പിണങ്ങരുത്. അയ്യോ പിണങ്ങരുത്. എടി പിണങ്ങരുതെന്ന്. ദൈവമേ, എന്റെ അച്ഛൻ കേണൽ കൗണ്ടർ വന്നാൽ ഞാൻ അറിയാലോ. പിണങ്ങരുത്. മോനെ മോനെ, എടാ വീടെത്തിയടാ, എണീക്കടാ. എന്താടാ നീ പിണങ്ങി കിടക്കുവാണോ? എടാ ടൂറ് ക്യാൻസൽ ആയെന്നും പറഞ്ഞ് നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അടുത്ത പ്രാവശ്യം നല്ല 2 ഉണ്ട മേടിച്ച് ഞാൻ ഇട്ട് തരാം കേട്ടോ. ഓക്കെ ഓക്കെ. ഞാൻ കോളം വരയ്ക്കാൻ പോട്ടെ. ഞാൻ ഊരിൽ കോളം എന്താ മുഖ്യം. கொஞ்சம் தள்ளுங்க. യെസ് ഓഫ് കോഴ്സ്. நீங்க என்ன செய்த பாவி? നീ അല്ലടാ പറഞ്ഞ തള്ളാൻ. அப்படியല്ല கொஞ்சம் നീങ്ങി നിൽക്കുങ്ങോ. അയ്യോ എനിക്ക് തമിഴ് അത്ര വശമില്ല കേട്ടോ, വീട് മാറിപ്പോയെന്ന് തോന്നുന്നു. തമിഴ്നാട്ടിൽ നിന്ന് ടൂർ കഴിഞ്ഞ് ഞാൻ കേരളത്തിൽ എത്തിയില്ലേ. 1987 കല്ലും കട്ടോണ്ട് വന്ന് ഞാൻ ഉണ്ടാക്കിയ എന്റെ വീട്, ഞാൻ വെച്ച് പിടിപ്പിച്ച എന്റെ പ്ലാവ്, ഞാൻ വെടിവെച്ച് പഠിപ്പിച്ച എന്റെ ചക്ക. ആരടി നീ? நீங்க யாரு? എന്റെ വീട്ടിൽ വന്ന് ഞാനാണെന്ന് ചോദിക്കാൻ നീ ആരടി? ഇത് ഞാൻ മാമാ വീട്. മാമാ വീടാ? എനിക്ക് അങ്ങനെ ഒരു പെങ്ങളുമില്ല, അതിനൊരു മകളുമില്ല, എന്റെ ചതുർത്തി ചാടി പോയിട്ടുമില്ല. പിന്നെ ഞാനെങ്ങനെ നിന്റെ അമ്മാവനാകൂടി? நீங்க இல்ல, இது ஏன் கனவு வீடு. ഇത് കാണാൻ വീടല്ല, കേണൽ കളാരന്റെ വീട്. പൈസക്കാരനാ? അത് ശരി. എന്റെ അടുക്കള നുഴഞ്ഞു കയറിയിട്ട് എന്റെ അരിപ്പൊടി എടുത്തിട്ട് അവള് ഉറുമ്പിന് തീറ്റ കൊടുക്കുന്നു. நீங்க என்ன செய்வே? இதுதான் மகாலட்சுமி காலோட தட்டி திருப்பிக்கணும். படிப்பு கட்டவனே வேலை നീ പോക്കിരി. നീ എന്നടാ ആസുരാ? എന്നാ എനിക്കും അറിയാണീ പറയാൻ. താൻ തോന്നി ചട്ടമ്പി കല്യാണി കല്യാൺ കാട്ട് നീലി. നീങ്ക എന്നെ സിനിമ പേര് ചൊല്ലി കളിക്കുവാ? ഇത് നിന്നോട് സംസാരിക്കുന്നത് എന്റെ തോക്കടിക്കൂടെ? മാമാ ഏ ആസുരൻ എന്നെ സുട്ടടവേ. മാമാ ഓടി വാങ്ങോ. வந்துச்சா வந்தல்ல என்னடி? மாமா வந்திருக்கு. நன்றி. யாரு? അച്ഛനാത് അച്ഛൻ. யாரு? എന്റെ അപ്പയാടിയത്. ആടാ ഇവള്? അച്ഛ ഒരു ദുരൂഹ സാഹചര്യത്തിൽ. നല്ല സൂപ്പർ പടവാടാ കുഞ്ചാക്കോ പോന്റെ ദിലീഷ് പോത്തന്റെ. അതല്ലെന്ന്, ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ഇവിടെ കല്യാണം കഴിക്കേണ്ടി വന്നു. അപ്പൊ നീ എന്നെ ചതിച്ചല്ലേടാ? അച്ഛനല്ലേ എന്നെ ചതിച്ചത്? എങ്ങനെ? അച്ഛനല്ലേ 5 ദിവസത്തെ ടൂർ പോകണമെന്ന് പറഞ്ഞ് പോയെന്ന് കയറി ഒരു അച്ഛനോട് ആരാ പറഞ്ഞത്? അച്ഛൻ 5 ദിവസം കഴിഞ്ഞ് വന്നിരുന്നെങ്കിൽ ഞങ്ങൾ ശാന്തി മുഹൂർത്തം കഴിഞ്ഞെങ്കിൽ സെറ്റ് ആയേനെ. ഇതെന്തു വച്ചാത്? ഒരു മുഹൂർത്തം നടക്കത്തില്ല. എന്ത് ദൈവമേ. എടാ അതിർത്തി
അതിർത്തി കാക്കുന്ന ഒരു ജവാൻ ആവശ്യം രാജ്യസ്നേഹമാണ്. അത് കുടുംബ ബന്ധങ്ങളിൽ താഴ്ത്തിടാനുള്ളതല്ല. മനസ്സിലായോ? അങ്ങനെയാണ് പിന്നെ എന്തിനാ അച്ഛൻ കല്യാണം കഴിക്കാൻ പോയത്? അത് അതിർത്തി നുഴഞ്ഞു കയറുമ്പോ തിരിച്ചിറങ്ങാൻ പറ്റിയില്ല, നാട്ടുകാർ പിടിച്ച് കെട്ടിക്കുന്നതല്ലേ. അതന്നെ എനിക്ക് സംഭവിച്ചത്. എടാ വേറൊരു കാര്യമുണ്ട്. കുഞ്ഞുനാളിൽ നിന്റെ അമ്മ വിട്ടു പിരിഞ്ഞു പോയപ്പോ ഞാൻ വേറെ കെട്ടായിരുന്ന എന്താന്ന് നിനക്കറിയാവോ? അച്ഛനൊരു വൈശാല സിനിമയിൽ ഋഷി സിംഗിന്റെ അച്ഛനായി മാറരുത്. വേറെ കാര്യമുണ്ട്. യുദ്ധകാലത്ത് വെടിയുണ്ടകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ 10 അടിയോളം താഴ്ചയുള്ള കുഴിയിൽ ശ്വാസം അടക്കി പിടിച്ചിരുന്നുണ്ട് നിനക്ക് വേണ്ടി. വെറുതെ ആവശ്യമുള്ള കാര്യം എന്നോട് പറയാൻ വന്നുള്ളൂ. അച്ഛനാണെന്ന് ഞാൻ അയ്യോ മാമ സണ്ട കൂടാതെ മാമ അങ്ങ് പാവം വളവള അടിക്കണം മിണ്ട കൂടാതെ. എന്തായാലും നീ പെണ്ണ് കെട്ടി വല്ല മലയാളി പെണ്ണെ കൊണ്ടുവരാൻ പാടില്ലായിരുന്ന എന്തിനാണ് ഈ തമിഴത്തിൽ കൊണ്ടുപോകുന്നത്? அப்பா நீங்க என்ன தமிழ்நாடு என்ன பிரச்சனை? நீங்க சாப்பிட அரி பலசரக்கம் என்ன கல்யாண சதியில் ஏழை இடத்துல நம்ம தமிழ் ஊரிന്ന് കൊണ്ടുവരും താനേ. ആ പക്ഷേ ഞങ്ങളെ മുല്ലപ്പെരിയാറിലെ വെള്ളമില്ലാതെ നിങ്ങളുടെ നാട്ടിൽ ഒരു പുല്ല് പോലും കിളിക്കത്തില്ലേ? ഒരു കാര്യം പറയാം, നിങ്ങൾ രണ്ടും കൂടി കേരള തമിഴ്നാട് യുദ്ധം ഉണ്ടാക്കരുത് ഇവിടെ. ഇല്ല, ഒരു യുദ്ധം ഞാൻ ഉണ്ടാക്കുന്നില്ല. എന്റെ ആഗ്രഹം പിന്നെ പട്ടാളത്തിൽ ചേർക്കുന്ന ആഗ്രഹം ഞാൻ ഇവിടെ വെച്ച് ഞാൻ ഉപേക്ഷിക്കുകയാണ്. കൂർക്കയെ കുറിച്ച് എന്താ നിന്റെ അഭിപ്രായം? കൂർക്ക എന്ന് പറയുമ്പോൾ വളരെ നല്ലൊരു പോഷകാഹാരമാണ്. അത് സാമ്പാറിലിടാം, അവിയലിലിടാം, തോരൻ വെക്കാം, നന്നായിട്ട് മെഴുക്കുരുട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ്. എന്റെ പൊന്നുമോളെ, കൂർക്കയുടെ വില എന്താ നിനക്കറിയോ? இந்த ஊரில் 37 நம்ம ஊരിൽ 2 വളരെ വിലക്കുറവാച്ചാ അവിടെ. എന്റെ പൊന്നുമോനെ, ATM-ന്റെ വാതിക്കലോട്ട് കൂർക്കെങ്കിലും ആക്കാതെ എന്റെ ശബ്ദം ഞാൻ പിൻവലിക്കത്തില്ല. അതുകൊണ്ട് ഇന്നു മുതൽ നിന്റെ മുറി അത്, ഇവരുടെ മുറി അത്. അപ്പൊ അച്ഛന്റെ മുറിയാ? ഞാൻ ഇവിടെ കിടക്കും. കാരണം ഒരു നുഴഞ്ഞു കെട്ടും ഞാൻ അനുവദിക്കത്തില്ല. അല്ല പിന്നെ ടൂറ് കഴിഞ്ഞ ക്ഷീണത്തൊന്നും ഭയങ്കര വെച്ചു ഓരോരുത്തർക്ക് ഓരോ ആഗ്രഹങ്ങൾ. എനിക്കുണ്ട് ഓരോ ആഗ്രഹങ്ങൾ. അയ്യോ, ഇങ്ങോട്ട് വാടാ. എന്താണ് ഇത്? അതെന്താ? ഞാൻ പല പ്രാവശ്യം പറഞ്ഞു ഈ കുടുംബത്തിൽ ദഹനക്കേട് കൊണ്ടുപോലും ഒരു ശബ്ദം ഉണ്ടാകരുത്. എന്താണ്? അയ്യോ ഞാൻ തെറ്റ് പറഞ്ഞല്ലോ. നിനക്ക് എന്താ പറ്റിയേ? ഗ്യാസിന്റെ അപ്പാ. ഗ്യാസിന്റെ ആണോ? ഓ തല വലിക്കണ ജലദോഷം എല്ലാമേ വയ്യ. എടാ ആവി പിടിക്കാൻ വെള്ളം കൊണ്ട് കൊടുക്കടാ കൊച്ചിന്. ആവി പിടിക്കാൻ വെള്ളം ഞാൻ പറയാം. മോളെ കുഴപ്പമില്ല കേട്ടോ. ഇല്ലപ്പാ. വെള്ളം കൊണ്ട് വെക്കടാ. നന്നാടി. ആവി പിടിച്ചാൽ എല്ലാ അസുഖവും മാറും. ഗുളിക എടുക്കാൻ രണ്ടാമത് പറയാ. പോയി ഗുളിക എടുത്തിട്ട് വേണം. என்னப்பா ആ ടൂർ പോയതിന്റെ ചെറിയൊരു ജലദോഷം മോളെ. அப்படியா? நீங்க ஃபர்ஸ்ட் ஆவி பிடிக்கங்க, நான் அப்புறமா ஆவி பிடிக்க. അത് മതിയാ? മതി. അയ്യോ തമിഴ് കൊഞ്ചം കൊഞ്ചം മനസ്സിലായി വരും. ഞാൻ പിടിയാ. അയ്യോ മോളെ. അച്ഛനിത് എവിടെ പോയി? ദൈവമേ, ഇപ്പോഴെങ്കിലും അച്ഛൻ ഇങ്ങോട്ട് വന്നേക്കല്ലേ. അയ്യോ എന്റെ ദൈവമേ. അച്ഛാ, അതിർത്തിയിൽ നുഴഞ്ഞു കയറുമ്പോ ഏതെങ്കിലും എതിരാളി കണ്ടാൽ എങ്ങനെ അറ്റാക്ക് ചെയ്യണോ? അച്ഛാ അറ്റാക്ക് ചെയ്യണം, പക്ഷെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യലടാ. എടാ ഓരോ അച്ഛനമ്മമാർക്ക് ഓരോ മക്കളെ പറ്റി ഓരോ സങ്കല്പങ്ങളുണ്ട്, അറിയാവോ? എടാ ചാൾസ് ബാബേജ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചു, മാർക്കോണി റേഡിയോ കണ്ടുപിടിച്ചു, ഐസക് ന്യൂട്ടൻ ഗുരുത്വാകർഷണ ബലം കണ്ടുപിടിച്ചു. അങ്ങനെ ഓരോ അച്ഛനമ്മമാർക്ക് മക്കളെ കൊണ്ട് പ്രതീക്ഷിച്ചോട്ടാ. നീ എന്ത് വാഴക്കാണ് ഇവിടെ, എന്ത് നേട്ടത്തെയാണ് ഈ വീട്ടിൽ ഇരിക്കുന്നത്? അച്ഛന് കാര്യം മനസ്സിലാക്കണം. അച്ഛൻ പറഞ്ഞ മാർക്കോണിയില്ലേ, പുള്ളിയാണ് റേഡിയോ കണ്ടുപിടിച്ചത്. അതായത് പുള്ളിയുടെ മകനല്ല. പിന്നെ അച്ഛൻ പറഞ്ഞ ഗുരുത്വാകർഷണ ബലം കണ്ടുപിടിച്ച ഐസക് ന്യൂട്ടൻ, ആപ്പിൾ വീണപ്പോഴാണ് പുള്ളി അത് കണ്ടുപിടിച്ചത്. അല്ലാതെ പുള്ളിയുടെ മകന്റെ തലയിൽ ഒരു കുന്നിക്കുരു വീഴാൻ പോലും സമ്മതിച്ചിട്ടില്ല പുള്ളി. അച്ഛൻ ഇങ്ങനെ ഞാൻ പട്ടാളമാകണം എന്ന് പറഞ്ഞു. എങ്ങനെ ആകാൻ അച്ഛൻ? ഞാൻ அழாதப்பா அழாத. என்ன பிரச்சனை? இந்த ஆளை 10ஆம் கிளாஸ் பாஸ் ஆகணும், பட்டாளக்காரன் ஆகணும். அப்படியே இல்ல? நீங்க இங்க வாங்கோ. என்னடி? நான் உங்களை யாரு? என் பொண்டாட்டி. இனி முதல் நான் உங்களை வாத்தியார். வைத்தியனല്ല ടീച്ചർ. ഇത് പിടി. എന്തിന്? പടി. എനിക്ക് പഠിക്കാൻ മാട്ടേ. ആ തമിഴ്നാട്ടിൽ അണ്ടി അണ്ടിക്കാൻ മാത്രല്ല, நீங்க குண்டி அடிச்சு ஒழிக்கானே എനിക്കറിയാം. என்ன நான் ஒரு காரியம் சொல்லுவேன். நீங்க படிச்சு 10ஆം ക്ലാസ് പാസ്സായി പട്ടാളക്കാരനായ മാത്രമേ നമ്മളുടെ ശാന്തി മുഹൂർത്തം നടക്കും. അപ്പൊ ഞാൻ പഠിക്കണമല്ലേ? എനിക്ക് അപ്പൊ എന്റെ മരുമോള് കൊള്ളാം. എന്നെ കൊണ്ട് സാധിക്കാതെ എന്റെ മരുമോളെ കൊണ്ട് സാധിച്ചു. അച്ഛാ ഞാൻ പഠിക്കത്തില്ല. അച്ഛാ പഠിക്കണം.
മാളുവിനെ ഇന്ന് കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ரொம்ப അഴകാ இருக்கம்மா. അപ്പൊ സ്കിറ്റ് അടിപൊളിയായിരുന്നോ എന്ന് നമുക്ക് ചോദിക്കാം. കാര്യക്കാരിലേക്ക് പോകാം. സ്റ്റാർട്ടിംഗ് വിത്ത് പ്രചോദേട്ടൻ. ഷൈജു, മാളു, റജു, നല്ല സ്കിറ്റായിരുന്നു കേട്ടോ. നല്ല രസമായിട്ട് നിങ്ങൾ മൂന്നുപേരും പെർഫോം ചെയ്തു. അതിനൊരു ഉഗ്രം കൈഡ് തരികയാണ്. ഇതിലാദ്യം ഞാൻ കൈഡ് തരേണ്ടത് മീനാക്ഷി പറഞ്ഞ പോലെ മാളു ഗംഭീരമായിട്ട് ചെയ്ത് കേട്ടോ. ഒരു തമിഴ് സ്ലാങ് പിടിച്ച് ആ സാധനം രസമായിട്ട്, അതായത് തൃശ്ശൂർ തമിഴ്. അതെ, പിന്നെ നിങ്ങൾ മൂന്ന് പേരും ഭയങ്കര സിൻസിയർ ആയിട്ടുള്ള ആൾക്കാരാണ്. അതായത് നമ്മൾ ചെയ്യുന്നത് നന്നാക്കണം എന്നൊരു ആഗ്രഹമുള്ളവരാണ്. അപ്പോൾ അത് എനിക്കറിയാം. നിങ്ങളുടെ മൂന്ന് പേരുടെയും കളി കാണുമ്പോൾ അറിയാൻ പറ്റും. മാളുമൊക്കെ ആണെങ്കിലും ചില സാധനങ്ങൾ എവിടെയെങ്കിലും നിങ്ങളിൽ ആരെങ്കിലും വിട്ടുപോലെ അത് മാള് റിമൈൻഡ് ചെയ്യുന്നുണ്ട് ചില സ്ഥലത്ത്. നിങ്ങൾ രണ്ടുപേരും ആദ്യത്തെ കോമ്പിനേഷൻ പരിപാടിയൊക്കെ നല്ല രസമായിട്ട് വർക്ക് ചെയ്തു. പിന്നെ എനിക്കിതിൻ്റെ ഐഡിയ ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്തു. എനിക്ക് തോന്നുന്നു ഇനിയും ഇതുപോലുള്ള നല്ല നല്ല സാധനങ്ങൾ നിങ്ങളെ കിട്ടിയാൽ ക്യാരക്ടർ ബേസ് നിങ്ങൾ മൂന്ന് പേര്. പട്ടാളം എന്ന് പറഞ്ഞാൽ രസമുണ്ട് കേട്ടോ. ആ ലുക്കൊക്കെ റജു അടിപൊളിയായിരുന്നു കേട്ടോ. റജുവിൻ്റെ പരിപാടി. ഷൈജു നല്ല രസമുണ്ടായിരുന്നു. നിങ്ങളുടെ ടൈമിംഗ് പരിപാടികളിലായിരുന്നു. പിന്നെ ഇത്തിരി ഫാസ്റ്റാണ്. അത്രയും ഫാസ്റ്റ് വേണമെന്നില്ല ഷൈജു കേട്ടോ. കാര്യം ചില സാധനങ്ങൾ ലെജിബിൾ ആകാതെ പോകുന്നുണ്ട്. അത് കറക്റ്റാക്കി കൊണ്ടുവരണം. മൂന്ന് പേരും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഇനിയും നമുക്ക് ഒരുപാട് നല്ല നല്ല സ്കിറ്റുകൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു പ്രചോദേട്ടാ. ഷാജേട്ടാ, നല്ല സ്കിറ്റായിരുന്നു. ആക്ച്വലി നല്ല സ്കിറ്റായിട്ട് തന്നെ ചെയ്തത്. ഈ പറയുന്ന രീതിയിൽ സാധാരണഗതിയിൽ നമ്മൾ ടീം വരുമ്പോൾ നമുക്ക് തഴക്കവും പിഴക്കവും ചെയ്യുന്ന ഒരു പുലി ഉണ്ടാവും, അതിനകത്ത് കൂടെ ഉണ്ടാവും. 3 പുലികളാണെന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവം. 3 പേരും അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന, പ്രജോ പറഞ്ഞ പോലെ അത്രയും നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കുറച്ച് സ്പീഡ് കൂടിയാൻ തോന്നുന്നു. എനിക്ക് തോന്നുന്നു കുറച്ച് തമിഴ് അറിയാത്ത ഒരാൾ അത്രയും എഫേർട്ട് എടുത്ത് പഠിച്ചു എന്നുള്ളതാണ്. ഈ പറയുന്ന രീതിയിൽ തമിഴ് അറിയില്ലല്ലോ അല്ലേ? ഇല്ല, ചെറുതായിട്ടൊക്കെ നമ്മൾ അവിടെ നമ്മൾ കേട്ട് പരിചയമുള്ള നിങ്ങൾ 3 പേരും ഒരു ധാരണയുണ്ട്. നിങ്ങൾക്ക് ഇനിയും നല്ല ഇതിലും ഗംഭീരമായ സ്കിറ്റുകൾ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതിനുള്ള ശ്രമങ്ങൾ നടത്തുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. നസീറിക്ക, കൊള്ളായിരുന്നു. നമ്മളൊരു സ്ക്രിപ്റ്റ് എടുത്ത് അത് ചെയ്യുമ്പോൾ എപ്പോഴും പഠിച്ച കാര്യങ്ങൾ പറഞ്ഞു തീർക്കാനായിട്ട് ശ്രമം നടത്തരുത്. അത് അഭിനയിച്ച് തന്നെ തീർക്കണം. എന്നാലേ അത് അഭിനയമാവുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ പറ്റിപ്പോയത് എത്രയും പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പീഡ് കൂടി അവിടെ. അല്ല, എനിക്ക് തോന്നുന്നു ഷൈജുവിന് വെച്ച ടെൻഷൻ ഉണ്ട് എപ്പോഴും അല്ലേ? അല്ല, ടോട്ടലി അല്ല, ഞാൻ പറയുന്നത് ഒരു സ്റ്റേജിൽ ചെയ്യുന്ന പോലെ. സ്റ്റേജിലൊന്നും ഷൈജു ടെൻഷൻ ഇല്ല, പക്ഷെ ഇവിടെ വരുമ്പോൾ ഒരു ടെൻഷൻ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ ഷൈജു? ആ, മൊത്തത്തിൽ സ്പീഡ് കൂടിയപ്പോഴാണ് എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ആ ഭാഗങ്ങൾ മാത്രമാണ്. അതുകൊണ്ടാണ് സ്പീഡ് കുറച്ചിട്ട്. നമുക്ക് ഓൾറെഡി സ്ക്രിപ്റ്റ് നമ്മുടെ മനസ്സിൽ ബൈഹാർട്ടാണല്ലോ, നമ്മുടെ മനസ്സിലുണ്ട് സാധനം. നല്ലവണ്ണം ആക്ടിവിറ്റി ചെയ്താൽ മതി. അതിനൊക്കെ സമയമുണ്ട് ഇവിടെ അതിന് പരിധിയില്ല. അതൊക്കെ ആക്ടിവിറ്റി അഭിനയിച്ച് തീർക്കേണ്ടത് അഭിനയിച്ച് തന്നെ തീർത്തങ്ങ് ചെയ്താൽ മതി. ഏതെങ്കിലും ഒരെണ്ണം കയ്യിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ടെൻഷനാണ്, പിന്നെ പിടിച്ചാൽ കിട്ടിയല്ല. അങ്ങനെയുള്ള ചിന്താഗതിയൊക്കെ അങ്ങ് മാറ്റി വെച്ചാൽ മതി. അപ്പം നന്നാവും സാധനങ്ങൾ. ഇതിപ്പോൾ നല്ല സാധനമായിരുന്നു, നല്ല ത്രെഡും ഒക്കെ ആയിരുന്നു. ഈ ഒരു സ്പീഡ് കൂടിയപ്പോഴാണ് നിങ്ങൾക്ക് അവിടെ ഇവിടെയൊക്കെ 3 പേരിലും ഉണ്ടായി ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടായി. ആ ഒരു കുറവേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു കുറവും നിങ്ങളിൽ കാണുന്നില്ല. കാര്യം നിങ്ങൾ തഴക്കവും പടക്കവും ചെന്ന ആർട്ടിസ്റ്റുകളായിട്ട് തന്നെയേ ഞങ്ങൾ കാണുന്നുള്ളൂ. കാര്യം അത്ര നിങ്ങൾ അവിടം വരെ എത്തി ഈ വേദിയിൽ വന്ന്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്. സ്റ്റേജിനൊരു ബാലൻസ് ഉണ്ട്. ആ ബാലൻസ് നമ്മൾ കീപ്പ് ചെയ്താൽ നമുക്ക് മുമ്പോട്ടുള്ള യാത്ര നല്ല സുഖമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അതിന് ശ്രമിക്കുക. പിന്നെ ഇച്ചിരിയും കൂടെ ഒക്കെ ഉണ്ടായിരുന്നു നന്നായിരുന്നേനെ. ഞങ്ങൾ ചിരിച്ചാൽ നിങ്ങൾക്ക് അവിടെ കളിക്കാൻ ഭയങ്കര സുഖമായിരിക്കും. ഞങ്ങൾ ചിരിക്കണമെങ്കിൽ നിങ്ങൾ ചിരി ഇങ്ങോട്ട് തരണം. ഓക്കെ, അടുത്ത പ്രാവശ്യം അതിനൊക്കെ വേണ്ടി ശ്രമിക്കുക. ഓൾ ദ ബെസ്റ്റ്. അപ്പൊ നമുക്ക് നേരെ മാർക്സിലേക്ക് കടക്കാം. ഇക്ക തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ. ഞാനൊരു 8,000 രൂപ കൊടുക്കുകയാണ്. ഓക്കെ, 8,000. ഷാജേട്ടാ? ഒരു 9,000 രൂപ കൊടുക്കും. ഓക്കെ, അപ്പം 17,000 രൂപയായിട്ടുണ്ട് ഇപ്പൊ ടോട്ടൽ. ഇനി എത്രയാണ് ഫൈനൽ എന്ന് പ്രചോദേട്ടൻ പറഞ്ഞാലും പ്ലീസ്. 50,000 രൂപയാണ് നേടിയിട്ടുള്ളത്. കൺഗ്രാജുലേഷൻസ്. സന്തോഷമായ ആള്? സന്തോഷമായി. എല്ലാരും ഇരിപ്പ് കണ്ടപ്പോ പോയി വിചാരിച്ചു. അങ്ങനെയുള്ള കുറ്റങ്ങളും കുറവുകളും ഒക്കെ നികത്തിയിട്ട് ഗംഭീര സ്കിറ്റായിട്ട് ഇനി വരും. ഞങ്ങൾക്ക് തന്നെ തോന്നി എന്തൊക്കെയോ അല്ല സാർ, അല്ല ഞങ്ങൾക്ക് അറിയില്ല അതെന്താ സംഭവിക്കുന്നത്. നമുക്ക് അറിയാൻ പറ്റില്ല. ഞങ്ങൾ നന്നായിട്ട് റിഹേഴ്സൽ ചെയ്തതായിരുന്നു. അല്ല, ആ തോന്നല് വേണ്ട ഷൈജു. കാര്യം നിങ്ങൾ 3 പേരേ ഉള്ളൂ. ഇപ്പം നമുക്കൊരു 5-6 പേരെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകും കൗണ്ടറുകൾ. ഇതിപ്പോൾ 3 പേരും നല്ല ഷാർപ്പായിട്ട് നിൽക്കണം. പക്ഷെ ഞാനൊരു 2 റിക്വസ്റ്റ് ഒന്ന് പറഞ്ഞോട്ടെ. പറഞ്ഞോ. എനിക്കെന്തോ തലർന്ന പോലെ ഉണ്ട് കേട്ടോ. ഇല്ല, കുഴപ്പമില്ല. അതാണോ ഒരു റിക്വസ്റ്റ്? അല്ല, പെട്ടെന്ന് സംസാരിക്കുമ്പോൾ അങ്ങനെ തോന്നി. ഒന്ന്, ഇവിടെ ഇരിക്കുന്ന ഓഡിയൻസ് എന്റെ ഹസ്ബൻഡിന്റെ തൊട്ടയൽവാസികളാണ്. മുന്നിലേക്ക് ഇന്നത്തെ ദിവസം അവരുടെ മുമ്പില് ഞാൻ ഇവിടെ വന്നപ്പോഴേ കണ്ടേ സുനിതേച്ചി ഇവരൊക്കെ വീടിന്റെ തൊട്ടടുത്തുള്ള ആൾക്കാരാണ്. അവര് മുമ്പിൽ വെച്ചിട്ട്
ചെയ്യാൻ പറ്റിയ ഒരുപാട് സന്തോഷം. രണ്ടാമത്തത് എന്റെ രണ്ടാമത്തെ മോൻ വന്നിട്ടുണ്ട്. അപ്പൊ അവനും അമ്മയുടെ നേരിട്ട് കാണണം എന്ന് പറഞ്ഞിട്ട് അവരും വന്നിട്ടുണ്ട്. അയ്യോ വീട്ടിൽ ആളില്ലാത്തോണ്ടാട്ടോ ചേട്ടൻ അമ്മയ്ക്ക്. അഭിജിത്ത്. അഭിജിത്ത്. ഓക്കെ, അപ്പൊ മാളുവിന്റെ മകൻ അഭിജിത്തിനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഒരു വലിയ കയ്യടി. വെക്കേഷനാണ്. ഹാപ്പി വെക്കേഷൻ. മെയിൻ വിഷയം എന്താ അറിയോ? വെക്കേഷൻ ആയതുകൊണ്ട് വീട്ടിലിരുത്തിയാലേ വലിയ കുഴപ്പാ. അല്ല, ഇത് അതുകൊണ്ടല്ല. ചേട്ടൻ അമ്മയ്ക്ക് അറ്റാക്ക് വന്നപ്പോ ഹോസ്പിറ്റൽ കാര്യങ്ങളായിട്ട് വീട്ടിൽ ആളില്ലാത്തോണ്ട്. അപ്പൊ എന്റെ അമ്മയാണെങ്കിൽ വയ്യാണ്ടായിട്ട് കെടുപ്പില്ല. അപ്പൊ അവിടെ ആളില്ല. അപ്പൊ പിന്നെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയല്ലാണ്ട് വേറെ നിർത്തില്ല. നിറയെ ആൾക്കാരുണ്ട്. അതെ. എന്താ മോന്റെ പേര്? അഭിജിത്ത്. എത്ര പഠിക്കുന്നത്? 7. 7-ലായോ? ഇനി 7-ലേക്കാണോ അതോ ഇപ്പൊ 7-ലായോ? അപ്പൊ എന്തായാലും മാളുവിന് മോന്റെ മുമ്പിലും സ്വന്തം ഹസ്ബൻഡിന്റെ നാട്ടുകാരുടെ മുമ്പിലും അത് ഏറ്റവും വലിയൊരു സർപ്രൈസ് ആയി. രണ്ടുപേരും മുമ്പിൽ വെച്ചിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. ഒരു ഭാഗ്യം അല്ലേ? അതെ അതെ അതെ. അഭി, എങ്ങനെയുണ്ട് അമ്മയുടെ പെർഫോമൻസ്? എങ്ങനെയുണ്ട്? അമ്മ നന്നായി അഭിനയിക്കുന്നുണ്ടോ? കുഴപ്പമില്ല. അമ്മയ്ക്ക് പേടി. അവനിരുന്നോണ്ടാണ് അമ്മയ്ക്ക് പേടി. ഞാൻ അവനെ നോക്കിയില്ല. ആണോ? എനിക്കൊരു സംശയം അറിയോ? ഈ ലാസ്റ്റ് നിങ്ങൾ വടി തപ്പില്ലേ? ആ വടി ഇവൻ മാറ്റി വെച്ചാണോ ഡൗട്ട് ഉണ്ട്. ആ വടി കണ്ടില്ലല്ലോ. ആ വടി കണ്ടില്ലോ. അഭി പാട്ട് പാടോ, ഡാൻസ് കളിക്കാൻ എന്തെങ്കിലും ചെയ്യോ? ഒന്നും ചെയ്യില്ല. അവൻ അഭിനയിക്കാൻ കുറച്ചൊക്കെ ചിലപ്പോ ഇന്നലെ പറഞ്ഞു ഞാൻ മിക്കവാറും ഒരു കോമഡി ആർട്ടിസ്റ്റ് ആകാനാണ് സാധ്യത. അതെ, ഇവിടെ മറ്റേ സൈന്ദവ് ഉണ്ണികളെ കണ്ടുല്ലോ. അപ്പൊ ഇവരിങ്ങനെ നോക്കി കേട്ടോ എന്നറിയാം. അമ്മ ചിലപ്പോ ഞാൻ വല്ല കോമഡി ആർട്ടിസ്റ്റ് ആവാൻ വഴിയുണ്ട്. അടിപൊളി. ആഗ്രഹമുണ്ടോ അഭി? ആഗ്രഹമൊക്കെ ഉണ്ട്. കൊള്ളാം. എന്തായാലും സന്തോഷം മീറ്റ് ചെയ്യാൻ പറ്റിയതില്. ചേട്ടൻ പേര് പറയണല്ലേ? ചേട്ടന്റെ പേരെന്താ? ആദിനാഥ്. ആദിനാഥ് എത്രയല്ല പഠിക്കണേ? +2-ലായ ആളുടെ അമ്മയാണ് സന്തൂർ മമ്മി എന്നൊക്കെ പറഞ്ഞ ഇതാണ് അല്ലേ? അതെ, എന്റെ കല്യാണം കുറച്ച് മുമ്പ് കഴിഞ്ഞു. വീട്ടുകാർ വേഗം കെട്ടിച്ചു വിട്ടു. അമ്മ വയ്യാണ്ടായതുകൊണ്ട് അച്ഛൻ മരിച്ചു. അപ്പോൾ മാമന്മാരും ഒക്കെ കൂടിയിട്ട്, പിന്നെ അനിയത്തിനായിട്ട് ഹൈറ്റും വെയിറ്റും ഉണ്ടായിരുന്നു. അച്ഛൻ മരിക്കുമ്പോൾ അനിയ 1.5 വയസ്സ്. അപ്പോൾ എത്രയും പെട്ടെന്ന് അമ്മയ്ക്ക് വയ്യാണ്ടായി കെടുപ്പിലാവണേണ്ടി മുമ്പ് നമ്മൾ ആകാശദൂത് സിനിമ പോലെ മക്കൾ ആരെങ്കിലും ഏൽപ്പിക്കണം എന്ന് പറയണ പോലെ. എന്തായാലും എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ഇപ്പോൾ പിള്ളേരെ LKG UKG ഒക്കെ പറയുമ്പോൾ ഞാൻ എൻ്റെ മക്കളായിട്ട് ഫ്രീ ആയിട്ട് നിൽക്കുക. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. ഇനി കൂടുതൽ പഞ്ചസായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു. ബൈ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ എല്ലാരും ഒരുപാട് ചിരിച്ചു. കാര്യക്കാർ എൻജോയ് ചെയ്തില്ലേ? ഓഡിയൻസ് എൻജോയ് ചെയ്തില്ലേ? എങ്കിലും ഒരു വലിയ കയ്യടി. അപ്പൊ കൂടുതൽ ചിരി വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കാണാം. Till then, this is me Meenakshi Sudhir signing off from Flowers Comedy. ഇത് ഐറ്റം വേറെ. Good night.